അതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിയാത്തതുകൊണ്ട് അവിടെ BMVC പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഡയറക്ഷൻ വന്നു. അതുകൊണ്ടാണ് അത് കുറഞ്ഞിട്ട് 375 ആകുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 100 കിലോമീറ്ററിൽ നിന്ന് 60 കിലോമീറ്ററിൽ നമുക്ക് ഈ പ്രവൃത്തികൾ ഇല്ലാണ്ടായി. മറ്റ് ഭാഗങ്ങളിലുള്ള ട്രെയിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 100 കിലോമീറ്റർ ഞാനിവിടെ പറയുന്നില്ല. ഇപ്പോൾ ഇതിൽ നടന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വഴിക്കടവ് ടു നമ്മുടെ നാടുകാണി എന്ന് പറയുന്ന ചുരം, ബാക്കിയുള്ളത് മലപ്പുറം ടു മഞ്ചേരി നടന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള ഭാഗങ്ങളിലും കുറച്ച് ട്രെയിനും അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു. കാരണം അവിടെ ഒന്നും വർക്ക് ഇപ്പോൾ ഉള്ള അവരുടെ അഗ്രിമെന്റ് ഷെഡ്യൂളില്ല. പിന്നീട് നമ്മളൊരു 6 കൊടുത്തു 450 കോടിയിലോട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്. കാരണം DLP എല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊരു സാങ്ഷൻ കിട്ടിയിട്ടില്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ 287.7 കോടിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ 2 പ്രളയങ്ങൾ വന്നു, 2018, 19. ഈ പ്രളയങ്ങൾ ഉണ്ടായ സമയത്ത് ഈ പറഞ്ഞ ചുരം കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ട് അത് രണ്ടാമതും ചെയ്യേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ പാണക്കാട് ഭാഗങ്ങളിൽ പുഴയുടെ സൈഡ് പോയത് കൊണ്ട് അതിൻ്റെ സൈഡിലുള്ള കെട്ടുകളൊക്കെ ചെയ്യുന്നു. അതും ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ അന്നത്തെ ഈ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു പോകും. ഇപ്പം നമ്മളെ കൺസേൺ ഇപ്പം കക്കാട് മുതൽ ഇതുവരെ പറയുകയാണെങ്കിൽ ചെറമംഗലം ടു പരപ്പനങ്ങാടി എന്ന് പറയുന്ന റീച്ച് തീർത്തു. അത് ചെറിയ പരപ്പനങ്ങാടി ഭാഗത്തുള്ള ചെറിയൊരു ലാൻഡ് അക്വയർ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്. അക്വിസിഷന് വേണ്ടി കൊടുത്ത് ലാൻഡ് LAGOക്ക് വേണ്ടി കൊടുത്തിട്ട് നിൽക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൽ തന്നെയാണ് പാലത്തിങ്കിലെ പാലം ഉൾപ്പെട്ടിട്ടുള്ളത്. പാലത്തിങ്കിലെ പാലം ഒന്ന് റിവൈസ് ചെയ്യേണ്ടി വന്നു. ഇൻലാൻഡ് നാവിഗേഷൻ്റെ ഭാഗമായിട്ട് ഇത് പോകണം എന്നുള്ളത് കൊണ്ട് ഹൈറ്റ് കൂട്ടി ഡിസൈൻ മാറ്റി ബോക്സിംഗ് ഗേർഡറാക്കി ചെയ്യേണ്ടി വന്നു. അപ്പം അതിലുള്ള ചേഞ്ചസ് ഒക്കെ അതിൽ വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ കരിപ്പറമ്പ് വരെയുള്ള ഭാഗങ്ങളിൽ ഈ 12 മീറ്റർ ഏതാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻക്രോച്ച്മെന്റ് എവിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ബ്രിഡ്ജ് നിൽക്കുന്ന ഭാഗത്തുള്ള അതിൻ്റെ സർവീസ് റോഡിൻ്റെ അവിടെയുള്ള എൻക്രോച്ച്മെന്റ് ഇപ്പോൾ ഒരു നടന്നുകൊണ്ടിരിക്കുന്നു. അത് ബ്രിഡ്ജസ് ആണ് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളിലും അതിൻ്റെ ബ്രിഡ്ജസിന്റെ പാർട്ടായിരുന്നു. പിന്നെ ഉള്ള കഴിഞ്ഞാൽ അമ്പലപ്പടി കഴിഞ്ഞ് കഴിഞ്ഞു കക്കാട് വരെയുള്ള ഭാഗങ്ങൾ. അമ്പലപ്പടി ടു ചെമ്മാട് വരെയുള്ള ഭാഗം ഏതാണ്ട് 9 മീറ്ററേ ഉള്ളൂ. നമുക്കിപ്പോൾ ഉള്ള അവൈലബിൾ സാധനം അവൈലബിൾ ആ റൈറ്റ് ഓഫ് എന്ന് പറയുന്ന 9 മീറ്റർ ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും 9 മീറ്റർ എന്നല്ല, ചിലയിടത്ത് 8.5 ആവാം, 9 ആവാം, 10 ആവാം അങ്ങനെ. അപ്പൊ അവിടെ നമുക്ക് ഈ 9 മീറ്റർ റോഡ് ചെയ്യാനുള്ള വീതിയില്ല. അപ്പൊ ഇവര് അന്നത്തെ പ്രപ്പോസലും 7 മീറ്ററിലാണ് ഇപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളതും 7 മീറ്റർ കൊടുത്തു. പിന്നെ അവിടുത്തെ വിഷയം എന്താ വെച്ചാൽ ചെമ്മാട് നിന്ന് വരുന്ന ഒരു ട്രെയിന് കാട്ടി അതിന് പോകാൻ ഒരു ഔട്ട്ലെറ്റ് ഇല്ല. അത് കുറെ കാലമായിട്ടുള്ളൊരു വിഷയമാണ്. അമ്പലപ്പടിയിലെ വെള്ളം കൊണ്ടുപോകുന്ന മുമ്പ് പോയിരുന്നത് ഒരു സൈഡിലുള്ള റോഡിൽ കൂടെ പോയിട്ട് അത് ചേർന്നത് എനിക്ക് അമ്പലത്തിലെ കുളത്തിലോട്ടൊക്കെ പോയതുകൊണ്ട് അത് ഒബ്ജക്ട് ചെയ്തു. പിന്നെ ഇതിപ്പോൾ അത് റോഡായി. അപ്പൊ മുനിസിപ്പാലിറ്റി അതിനൊരു ഔട്ട്ലെറ്റ് ലഭ്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രെയിൻ അതുവരെ ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് പിന്നെ അവിടെ സർവേ നടന്നതിന് ഇവിടെ ഉണ്ട്, ഇവർ പറയും ഇല്ല എന്നാണ് എൻ്റെ വിവരം. അവിടെ എൻക്രോച്ച്മെന്റ് ഉണ്ടോ ഇല്ല, ഇപ്പോൾ ഉള്ള അവിടെ എൻക്രോച്ച്മെന്റ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇനി അത് വീണ്ടും അതിന്റെ സംശയമുണ്ട്, വീണ്ടും സർവേ ചെയ്യണം, ജില്ലാ സർവേരെ കൊണ്ട് സർവേ ചെയ്യണം ചെയ്യാൻ. അതാണ് ഇവിടെ ഇപ്പോൾ ഉള്ള എൻ്റെ മുന്നിൽ കിട്ടിയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് അവിടെ എൻക്രോച്ച്മെന്റ് ഇല്ല. നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് 9 മീറ്റേഴ്സ് ആണ്. 9 മീറ്റേഴ്സ് ലാൻഡിൽ ഒരു ട്രെയിനിന്റെ പോർഷനും കഴിച്ചിട്ട് നമുക്ക് 9 മീറ്ററിലോട്ട് ഇത് വീതി കൂട്ടാൻ പറ്റൂല, റോഡ് ചെയ്യാൻ പറ്റൂല. ഈ 9 മീറ്ററിലാണ് നമ്മൾ ഈ പറയുന്ന ടെലിഫോൺ പോസ്റ്റ്, സോറി KCBയുടെ പോസ്റ്റ് നിൽക്കണം. അപ്പോൾ അതിന്റെ സെറ്റ് ബാക്കുകളൊക്കെ ഉണ്ട്. അതൊരു ബിൽഡിങ്ങിന് ഇത്രയും മാറിയിട്ട് അവർക്ക് പോസ്റ്റ് വരും. നമ്മൾ എന്താ അങ്ങോട്ട് അടുപ്പിക്കാത്തതെന്ന് തോന്നരുത്. നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. KCBയുടെ നോംസ് അനുസരിച്ചിട്ട് അവരൊരു ബിൽഡിങ്ങിന് ഇത്രയുള്ള സെറ്റ് ബാക്ക് കഴിഞ്ഞിട്ട് അവർക്ക് ലൈൻ വലിക്കാൻ പറ്റുള്ളൂ. പലയിടത്തും നിങ്ങൾ കാണാം, ഇപ്പൊ ഇവിടെയുള്ള മിക്ക റോഡുകളും റോഡിന്റെ ഭാഗത്തോട് ഇട്ടിട്ടാണ് അവർ ലൈൻ വെച്ചിട്ട്. അപ്പോൾ ഈ സെറ്റ് ബാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ബിൽഡിങ്ങിന്റെ ഒരു ഔട്ടർ ഏറ്റവും എക്സ്ട്രീം ആയ എഡ്ജിൽ നിന്നും ഇത്ര വിട്ടിട്ട് അവരെ ലൈൻ പോകാവുന്ന അവർക്ക് നിയമം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് തോന്നുന്നു എന്താ കുറച്ചും കൂടി അങ്ങോട്ട് അടുപ്പിച്ചുകൂടി നമുക്ക് തോന്നും. അത് പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഉള്ള അവൈലബിൾ ഭൂമിയിൽ നമുക്ക് അതങ്ങോട്ട് മാറ്റാനുള്ള ഈ സെറ്റ് ബാക്ക് കൊണ്ട് KCBക്ക് പെർമിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നമ്മൾ പറയുമ്പോൾ ചെമ്മാട് പോകുമ്പോൾ ചെമ്മാട് വീതിയുണ്ട്. പ്രൊവൈഡഡ് ആ ജംഗ്ഷന്റെ ഒരു പോർഷനിൽ വീതി ഇല്ലാത്ത ഭാഗമുണ്ട്. അവിടെ ഇപ്പോൾ ഈ അക്വിസിഷൻ ഇതിലൊക്കെ നമ്മൾ അക്വിസിഷന് വേണ്ടി LAക്ക് വേണ്ടി കൊടുത്തുണ്ട്. ഇവർ പറയും ഡീറ്റെയിൽ ആയിട്ടുള്ള വേണമെങ്കിൽ ഇവർ പറഞ്ഞു തരും. അവിടെ ഒരു ചെറിയൊരു പോർഷനിൽ അവിടെ ഇതുകൊണ്ട് സീനിയർ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിന്റെ ആ ഭാഗങ്ങൾ കുറച്ചുകൂടി വീതി കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ജംഗ്ഷൻ ഒന്നും കൂടി നന്നാവും. പിന്നെ വീതിയുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്മാട് ദർശന വരെയുള്ള ഭാഗത്തിനോട് നമുക്ക് വീതിയുടെ പ്രശ്നമില്ല. ചെമ്മാട് ദർശനക്ക് പിന്നെ മമ്പറം ചെറിയ ഇടയുള്ള ഭാഗമാണ്. നമ്മൾ മമ്പറം ബൈപ്പാസിന്റെ ജംഗ്ഷൻ വരെ വരുന്ന ഭാഗത്ത് വീതിയില്ല, വളരെ കുറഞ്ഞ വീതിയുള്ളൂ.
പണ്ടേ ആ ഒരു വീതി കുറവിന്റെ ഭാഗമായിട്ടാണ് മമ്പറം ബൈപ്പാസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് വീണ്ടും നമ്മൾക്ക് അവിടെ പോയിട്ട് ലാൻഡ് അക്വിസിഷൻ പറയുന്നത് മോശമാണ്. അതിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ മമ്പറം ബൈപ്പാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മമ്പറം ബൈപ്പാസിന്റെ ജംഗ്ഷൻ ടു ഈ പറഞ്ഞ മമ്പറം ജംഗ്ഷൻ വരുന്ന വരെ നമുക്ക് അക്വിസിഷൻ അങ്ങനെ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെമ്മാട് ദർശന വരെയുള്ളത് നല്ല വീതിയുണ്ട്. ബാക്കിയുള്ളത് എക്സിസ്റ്റിംഗ് വീതിയുള്ള സ്ഥലത്തിന് നമുക്ക്, കാരണം മമ്പറം പള്ളിയുടെ ഇടയൊന്നും നമുക്ക് വീതി കൂട്ടാൻ പണ്ടേ കിട്ടാത്തത് കൊണ്ടാണ് മമ്പറം ബൈപ്പാസ് ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ നിലനിർത്തുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്പറം ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗം ടു തിരുവരങ്ങാടി കക്കാട് വരെയുള്ള ഭാഗങ്ങളുണ്ട്. ഇവർ സർവേ ചെയ്തിട്ട് ഇവരുടെ ഇപ്പോൾ ഉള്ള ഡാറ്റ വെച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എൻക്രോച്ച്മെന്റ് ഉണ്ടോ എവിടെയൊക്കെ വെച്ചാൽ തിരുവരങ്ങാടി വരെയുള്ള ഭാഗം. അത് ഡീറ്റെയിൽ നിങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾക്ക് കിട്ടിയത്, നമ്മൾ ഇവര് സർവേ നടത്തിയിട്ടുണ്ട്. സർവേ നടത്തിയിട്ട് എൻക്രോച്ച്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ എൻക്രോച്ച്മെന്റ് സ്കെച്ച് എനിക്ക് തന്നതൊക്കെ ഞാൻ നീക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കക്കാട് നടന്നത്. പിന്നീട് അവർ വീണ്ടും ജില്ലാ സർവേറെ കൊണ്ട് സർവേ ഇന്നലെയായിട്ട് നടന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് എന്തായാലും ഒഴിവാക്കും. കാരണം ഇത് ഇവിടുത്തെ മാത്രമല്ല, ഞാൻ പറഞ്ഞ എനിക്ക് നാടുകാണി വരെയുള്ള ഭാഗമാണ്. അവിടെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നാനക്ക എന്ന് പറഞ്ഞ ഒരുപാട് കാലമായിട്ട് എടുക്കാത്ത ഒരു മതിൽ വിഷയമൊക്കെ അത് നമ്മൾ പോയിട്ട് JCB വെച്ചിട്ട് എടുത്തുകൊണ്ടാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ്. പക്ഷെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് ഒരു സ്ട്രക്ചറിന്റെ പകുതിയോ അല്ലെങ്കിൽ പാർട്ടോ എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ഡിലേ ഉണ്ടാകും. കാരണം അത് വേറെ രീതിയിൽ അതിനെ കാണാൻ പറ്റും. അല്ലാണ്ട് ഒരു കോമ്പൗണ്ട് ഭാഗം വേറെ എന്താ ഒന്നും ഇല്ലാത്ത സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ പോയിട്ട് അതിന് എടുത്തിട്ട് ആക്കി തന്നെ ചെയ്യുക. അപ്പൊ ഇവിടെയുള്ള കക്കാട് ഈ ചെമ്മാട് കഴിഞ്ഞ് നമുക്ക് ട്രെയിനിന്റെ വിഷയം ഞാൻ പറഞ്ഞു, അമ്പലപ്പടിന്റെ വിഷയം പറഞ്ഞു. പിന്നെ ഉള്ള കക്കാട് തിരുരങ്ങാടി ടൗണിലെ വിഷയം ഇപ്പൊ അവിടെ എൻക്രോച്ച്മെന്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ അവിടെയുള്ള ട്രെയിൻ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടെ ഈ ഔട്ട്ലെറ്റിന്റെ പ്രശ്നം യാരന്റെ അതിലേക്ക് വരുന്ന ഈ ഔട്ട്ലെറ്റ് അടച്ചെന്നുള്ള നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് അവൈലബിൾ എത്ര ആയാലും എൻക്രോച്ച്മെന്റ് ഇല്ല എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ എൻക്രോച്ച്മെന്റ് വീണ്ടും സർവേ ചെയ്യുന്നത് ചെയ്യാം. ചെയ്തിട്ട് അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഭൂമിയിൽ നമുക്കിപ്പോൾ ചെയ്യാം. നമ്മൾ അക്വിസിഷൻ കൊടുത്തിട്ടുണ്ട്. അക്വിസിഷന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ പ്രൊജക്റ്റിൽ നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് പലർക്കും ബിൽഡിംഗ് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അത് നമുക്കതിന് സമയമെടുക്കും, സ്വാഭാവികമായിട്ടും സമയമെടുക്കും. നമ്മളിപ്പോൾ LAGOക്കുള്ള ഒരു മൂവ്മെന്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇനി അത് കിട്ടിക്കഴിഞ്ഞിട്ട് വേണം റിക്വസിഷൻ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിയുമ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ തയ്യാറാണ്. ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ അമ്പലപ്പടി നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ഔട്ട്ലെറ്റ് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ചെയ്യാൻ തയ്യാറാണ്. തിരൂരങ്ങാടി അതുപോലെ തന്നെയാണ്. അവിടെയും ഈ ഔട്ട്ലെറ്റ് നിങ്ങൾ പക്കയായിട്ട് നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് തന്നാൽ മതി. പിന്നെ വെള്ളം അവിടെ തടഞ്ഞു വെക്കുമ്പോൾ നമ്മളോട് പറയരുത്. ഔട്ട്ലെറ്റ് റെഡി ആണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് എത്രയാണോ എൻക്രോച്ച്മെന്റ് എടുക്കും. ഈ സർവേ വീണ്ടും വേണേൽ കണ്ടക്ട് ചെയ്യാം. കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്ട്രീം ബൗണ്ടറി ഇപ്പോൾ ഉള്ളതിന്റെ എക്സ്ട്രീം ബൗണ്ടറിയിലുള്ള ഡ്രെയിൻ ആണ്. അത് രണ്ടാമത് ചെയ്യണമെന്നതിന് നമുക്ക് ചെയ്യാൻ തയ്യാറാണ്. കക്കാടേക്ക് പോകുമ്പോൾ എൻക്രോച്ച്മെന്റ് എവിടെയൊക്കെ ഉണ്ട് അത് എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ എവിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയിട്ട് കക്കാട് ഉള്ളതിൽ ഇപ്പോൾ ഉള്ള ആൾക്ക് ഈ എൻക്രോച്ച്മെന്റ് കണ്ടത് ചെയ്ത് അവിടെ ഈ പറഞ്ഞ 7 മീറ്ററിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. 9 മീറ്റർ ചെയ്യാൻ വയ്യ. ഇലക്ട്രിക് പോസ്റ്റിന്റെ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്, അവർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വയ്യ. നമുക്ക് 9 മീറ്റേഴ്സ് ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇടയിലുള്ള സ്ഥലം തന്നെ തൊട്ട ഒരു ഇലക്ട്രിക് പോസ്റ്റിന് ചെറിയൊരു സെറ്റ് ബാക്ക് നമുക്ക് റോഡിന് കിട്ടണം. മറ്റേ അറിയാലോ പണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ട് ഇവിടെയൊക്കെ ബസ്സിലൊക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെ സുഖമാണ്. കിളി എന്ന് പറയുന്നവര് തല പുറത്തിട്ടിട്ട് വിവരങ്ങൾ കൊടുത്തിട്ട് പണ്ട് ഒരാൾക്ക് ഇങ്ങനെ തലയിടിച്ചതൊക്കെ വിഷയമാണ്. അപ്പൊ നമുക്ക് അതിലൊരു സെറ്റ് ബാക്ക് ഉണ്ട്. അപ്പൊ എപ്പോഴും കാണേണ്ടത് ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ നിൽക്കണം, അവിടെ ഇച്ചിരി സ്ഥലം ഒഴിവുണ്ടെന്നുള്ള അപ്പുറമുള്ള ബിൽഡിംഗ് നോക്കുക. അതിന് എത്ര സെറ്റ് ബാക്കിലാണ് ഇവന്റെ ഈ മേലത്തെ ലൈൻ പോവാം. അത് KCB-കാരൻ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ആ ഒരു ലൈനിൽ മാത്രമേ ഇലക്ട്രിക് പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ പാർട്ടല്ല, അവർ പറയുന്നത് ഇത്രയും മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കൺസേൺ ആയി അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഭൂമി വെച്ചിട്ട് നമുക്കിത് പ്രപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് അതിലുള്ള കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കൂരിയാടുന്ന മലപ്പുറം ആചാരപ്പള്ളി വരെ ഒരു പണിയില്ല. കുറച്ച് ട്രെയിനിന്റെ പണി മാത്രമേ ഈ പ്രൊജക്ട് ഇപ്പോൾ ഉള്ള ആസിറ്റീസിലുള്ളൂ. 450 കോടിയിലെ 6 നമ്മൾ കൊടുത്തപ്പോൾ അതിലെല്ലാം ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് അത് ഈ ഏജൻസിനെ കൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ കാരണം സ്വാഭാവികമായിട്ട് ഇവര് ഹൈക്ക് ചോദിക്കുന്നു വിചാരിച്ചിട്ട് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഇത് വെച്ച് 287.7 നിർത്താൻ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. ഇതിൽ 30 കോടിയാണ് നമുക്ക് LA ആയിട്ട് അതിലുണ്ടായിരുന്നു, 375 കോടിയിലുണ്ട്. അത് ലാൻഡ് അക്വസിഷന് പലയിടത്തും ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ മലപ്പുറം ടു മഞ്ചേരി കംപ്ലീറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. പിന്നെ അതും മഞ്ചേരി കഴിഞ്ഞിട്ട് നാടുകാണി വരെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്തോടത്തോടൊക്കെ ഫ്രീ സറണ്ടേഴ്സ് ആണ്. എല്ലാ ആളുകളും തരികയാണ്, ആളുകൾ തന്നെ ഇവിടെ തരികയാണ്. അപ്പൊ തിരുരങ്ങാടി അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്. ആ ടൗൺഷിപ്പ് ഒന്ന് വലുതാക്കാൻ അവിടുത്തെ ആളുകൾ കരുതിയിട്ട് അക്വസിഷൻ സ്വാഭാവികമായിട്ട് സമയം എടുക്കും. അല്ലാണ്ട് ചില ടൗണിലൊക്കെ ഇപ്പൊ അങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെ ഒരു നീക്കുപോക്ക് ആരെങ്കിലും ഉണ്ടാക്കി നമ്മൾ ചെയ്തു തരാൻ തയ്യാറാണ്.
അപ്പൊ അല്ലാതെ നമ്മളുടെ സ്ഥലത്തെല്ലാം പോയിട്ട് നമുക്ക് ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ അക്വയർ ചെയ്തെടുത്തിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല അതായിട്ടല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സ്റ്റേജ്. പിന്നെ ഇതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങളെ ഗ്രൗണ്ടിലുള്ള വിവരങ്ങൾ വേണമെങ്കിൽ എക്സി ഇവർ പറഞ്ഞു. പരപ്പനങ്ങാട് പാലത്തിക്കൽ അത് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ അതിൽ ചെയ്യേണ്ടിയുണ്ടെങ്കിൽ അതല്ലല്ലോ, അവിടെ സർവീസ് റോഡിന്റെ അടിയിൽ കൂടി വേണമല്ലോ പോകാൻ ട്രെയിന്, പുഴയിൽക്കല്ലോ കൊണ്ടുപോകണ്ടേ. അതെ, അപ്പൊ അതിന് അവിടെ സർവീസ് റോഡിന്റെ ആണല്ലോ ഇപ്പം വീതി കിട്ടാത്ത ഒരു വിഷയം, അവിടെ എൻക്രോച്ച്മെന്റിന്റെ ഒരു വിഷയം നടക്കണ്ടല്ലോ. അവിടെ തന്നെ അവിടെ എൻക്രോച്ച്മെന്റ് നോക്കാം മനസ്സിലായി. അവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ എൻക്രോച്ച്മെന്റ് എഡിറ്റ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ ആ ട്രെയിന് ഇതാണ് ഈ ഭാഗങ്ങളിലുള്ള കാര്യം. മറ്റേത് ഞാൻ അങ്ങോട്ടുള്ള പറയുന്നില്ല. നമ്മുടെ കുരിയാട് വരെയുള്ള കാര്യം ഞാൻ പറഞ്ഞു. കുരിയാട് നിന്ന് അങ്ങോട്ട് ഇപ്പൊ ആസിറ്റീസ് നമ്മളതിൽ ഒരു പണിയില്ല. അവിടുത്തെ ആളുകളുടെ പ്രത്യേകിച്ച് ഈ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്തതിന്റെ വേങ്ങര മണ്ഡലം വിഭാവനം ചെയ്തതിന് വേങ്ങര മണ്ഡലത്തിന്റെ പുനൽ സാറൊക്കെ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അവിടെ ഒരു പണിയും ഇപ്പൊ ഈ എസ്റ്റിമേറ്റിൽ നോക്കുമ്പോൾ ഒന്നുമില്ല, കുറച്ച് ട്രെയിനേ ഉള്ളൂ. അവിടെയുള്ള റോഡുകളൊന്നും കൂരിയാടത്തും അതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് 15 കിലോമീറ്ററിൽ ഭൂരിഭാഗം ഭാഗം നമുക്ക് കരിവറമ്പ് വരെയുള്ളത് നമുക്ക് 9 തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഒന്നുമില്ല. നോക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴും അതുപോലെ 7 MLA മണ്ഡലങ്ങളിലൂടെ പോകുന്ന ഒരു റോഡാണ്. അപ്പൊ പല ഇതുപോലെ തന്നെ എല്ലാ MLA ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഗവൺമെന്റ് ലെവലിൽ ഇതിനുള്ള എമൗണ്ട് ആക്കിയിട്ടുള്ളൊരു റിവേഴ്സ് എസ്റ്റിമേറ്റ് ഇപ്പം പറഞ്ഞു നമ്മളോട് പറഞ്ഞ ഡയറക്ഷൻസ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഗവൺമെന്റ് ലെവലിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ അതിന് ഇപ്പം നമ്മളെ കൊണ്ട് പറ്റില്ല. അത് ബഹുമാനപ്പെട്ട MLA ഈ പറഞ്ഞ 7 MLA കൂടി ഇവിടെ ഗവൺമെന്റിൽ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടപെടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് ഇപ്പോഴത്തെ അതിന്റെ ഒരു സ്റ്റേജ്. പിന്നെ ഇതിന്റെ എൻക്രോച്ച്മെന്റ് ഇതും ഗ്രൗണ്ടിലുള്ള ആളുകൾ എന്നുള്ളതൊക്കെ ഇതുവരെയുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു. ഇത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഷാഫി. എൻക്രോച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കക്കാട് മുതൽ പിന്നെ കക്കാടിനും തിരുവങ്ങാടി കോളേജിനിടയിൽ ആ പള്ളി ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇപ്പൊ ഇനി ഒഴിവാക്കാനുള്ളത്. എൻക്രോച്ച്മെന്റ് സ്കെച്ച് കിട്ടിയിട്ട് ഒരു എൻക്രോച്ച്മെന്റ് ഉണ്ട് നമ്മളോട് പറഞ്ഞ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ 2 മതിൽ ഒരു പൊളിക്കാൻ ആളുകൾ കുറച്ച് സംബന്ധിച്ചപ്പോൾ നമ്മൾ JCB വെച്ചിട്ട് തന്നെ പോയിട്ട് പൊളിക്കുകയും ചെയ്തത്. അപ്പൊ പള്ളി അവര് സർവേ സൂപ്രണ്ടിന് ജില്ലാ സർവേ സൂപ്രണ്ടിന് അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തത് പ്രകാരം ഇന്നലെ വന്ന് അളന്നിട്ടുള്ളൂ. ഇന്നലെ വന്ന് അളന്ന് അവർക്ക് അവരോട് വേഗം പള്ളിയാണെങ്കിൽ പൊളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതതിന്റെ പൊളിക്കുമ്പോൾ എന്താ വെച്ചാൽ ഭാഗികമായി സ്ട്രക്ചർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ കുറച്ച് നടപടിക്രമങ്ങൾ കൂടി പാലിച്ചുകൊണ്ടേ അതിനുള്ള ഒരു നടപടി എടുക്കാൻ കഴിയുള്ളൂ. വേറെ എവിടെയും നമുക്ക് നിലവിൽ സ്കെച്ച് തന്നിട്ടില്ല. റിട്ടേണായിട്ട് തന്നെ പല ഭാഗങ്ങളിലും ഉള്ള ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയുള്ള കയ്യേറ്റം നമുക്ക് തന്നിട്ടുള്ള കത്തുണ്ട്. ആ കത്തിൽ ഉള്ളത് നമ്മളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കയ്യേറ്റം പോലും ഇനി ഒഴിവാക്കാനില്ല, എക്സെപ്റ്റ് ഈ പള്ളി അല്ലാതെ. പിന്നുള്ളത് ഈ പാലത്തിങ്ങൽ പാലത്തിന്റെ 2 സൈഡിലും എൻക്രോച്ച്മെന്റ് ഉണ്ട്. അതിന് 2 സൈഡിലും ആളുകൾ കേസിന് പോയിട്ടുണ്ട്. അതിൽ പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ഭാഗം അവർക്ക് എന്തോ പട്ടയം കൊടുത്ത എന്തോ ഒരു വിഷയങ്ങൾ അപ്പൊ അതും വെച്ചിട്ട് അവര് കോടതിയിൽ പോയിട്ടാണുള്ളത്. ഈ ഭാഗത്തെ ആളുകൾ കേസിന് പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒറിജിനൽ എസ്റ്റിമേറ്റില് ഇതിന്റെ ഫസ്റ്റ് ഒരു ഒറ്റ മിനിറ്റ്, ഇതിന്റെ ഒറിജിനൽ എസ്റ്റിമേറ്റിന് വിരുദ്ധമായിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒറിജിനൽ എസ്റ്റിമേറ്റിലുള്ളതും BC ഓവർലേ മാത്രമാണ്. ഈ 450 കോടിക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ 2014 റേറ്റിലാണ് ഈ വർക്ക് നീങ്ങുന്നത്. അപ്പൊ അന്നുണ്ടാക്കിയ ആ എസ്റ്റിമേറ്റിലും ഈ പരപ്പനങ്ങാടി തിരുവങ്ങാടി ഈ ഭാഗങ്ങളിൽ പിന്നെ BC ഓവർലേ, അതായത് ഏറ്റവും ടോപ്പ് ലെയർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന് എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ലെവലിൽ നിന്ന് ഒരു തീരുമാനമാക്കിയിട്ട് ഞങ്ങൾക്ക് ആ വർക്കിൽ ഇതിൽ വെച്ച് തന്നാലേ ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. USCCനെ സംബന്ധിച്ചും അങ്ങനെയാണ്. അവർക്ക് വർക്കിൽ അതിനൊരു അംഗീകാരം കിട്ടാത്തടത്തോളം കാലം അവർക്ക് അത് ചെയ്യാൻ കഴിയില്ല.
ഈ വർക്ക് ഇപ്പോൾ 450 കോടി ആക്കിയിട്ടുണ്ടെങ്കിലും റീസെന്റ് ആയിട്ട് ഗവൺമെന്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലെറ്റർ പ്രകാരം നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് 287.7 കോടിക്കാണ് ഇപ്പോഴത്തെ പുതിയ എസ്റ്റിമേറ്റ് കൊടുത്തത്. അത് ഗവൺമെന്റ് എന്നുള്ള ഒരു ഡയറക്ഷൻ പ്രകാരം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചീഫ് ടെക്നിക്കൽ എക്സാമിനറും ഇവരെല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇതിലെ ഭാഗങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് 57 കോടി രൂപ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിൽ 450 കോടിക്ക് AS കിട്ടിയെങ്കിലും അത് 400 കോടിക്ക് TS ആയുള്ളൂ. അത് കഴിഞ്ഞ് അത് ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് 359 കോടിക്കാണ്. ഫസ്റ്റ് വർക്ക് തന്നെ 359 കോടിക്കുള്ളൂ. അതിൽ നിന്ന് ആ വർക്ക് ഇപ്പോൾ ചുരുങ്ങിയിട്ട് അത് 287.7 കോടിയാണ്. അതിൽ ഇൻക്ലൂഡിങ് LS പ്രൊവിഷനും മറ്റേതെല്ലാം കൂടെ കൂടിയിട്ടാണ്. വർക്ക് പാർട്ട് അതിൽ ശരിക്കുള്ളത് 274 കോടിക്കാണ് ഇപ്പോൾ വർക്ക് ഉള്ളത്. 274 കോടിക്കാണ് ഈ 450 കോടിന്റെ അതിൽ വർക്ക് ഉള്ളത്. ഇതിൽ നിന്ന് വർക്കിന്റെ എമൗണ്ട് കൂടി കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ PWD സെക്രട്ടറി ഇത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും കൂടെ ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ഫിനാൻസിന്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ മന്ത്രിയോ അവരും കൂടെ കൂടിയിട്ട് എല്ലാ MLA മാരും നിലമ്പൂർ MLA ഒക്കെ ഭരണപക്ഷ MLA ആണ്. അപ്പോൾ അവിടെ വരെ ഇതിന് മനസ്സിലാക്കേണ്ട അവിടെ വരെ സർഫസ് BC പോലും ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ ഒഴിവാക്കിയ ഭാഗങ്ങൾ നിലമ്പൂർ മണ്ഡലമാണ് കൂടുതൽ. നമ്മളവിടെ BC ഓവറിലെ ഒറിജിനൽ എസ്റ്റിമേറ്റ് ഈ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന കാലത്ത് നമ്മളവിടെ കുറച്ച് പഴയതായിരുന്നു റോഡ്. അതുകൊണ്ടാണ് ഇതിൽ BC ഓവറിലെ കിട്ടിയത്. അപ്പം നിലമ്പൂർ ഭാഗത്ത് അന്ന് പുതിയ റോഡായതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ BC പോലും നടക്കാതെ അവിടെ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ അങ്ങോട്ട് നിലമ്പൂർ ഭാഗത്ത് പോയ മൊത്തം കുഴിയാണ്. അപ്പോൾ നിലമ്പൂർ MLA അടക്കം എല്ലാ MLA മാരും ഗവൺമെന്റിലൊക്കെ അത് ഉന്നയിക്കുന്ന വിഷയമാണ്. അപ്പൊ ഞങ്ങൾ താഴെക്കടയിലുള്ള PWD ഓഫീസിൽ നിന്ന് വിചാരിച്ചാൽ ഇതിന് ഈ ഒരു ലെവലിൽ തന്നെ ഈ വർക്ക് അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനേ കഴിയുള്ളൂ. അതിനുള്ള സാങ്ഷൻ ഞങ്ങൾ അംഗീകാരം എന്താണോ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പുതുതായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കുറച്ചതല്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഇതിന്റെ ഒറിജിനൽ എസ്റ്റിമേറ്റിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഗവൺമെന്റ് തലത്തിൽ ഫിനാൻസ് സെക്രട്ടറി, PWD സെക്രട്ടറി അല്ലെങ്കിൽ PWD മന്ത്രിയും എല്ലാ MLA മാരും കൂടെ കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗിൽ ഇതിനൊരു തീരുമാനമായാലേ ഇതിലിപ്പോ CTE വന്നിട്ട് ഡിഫർ ചെയ്ത 57 കോടി രൂപയൊക്കെ അവിടെ കിടക്കുകയാണ്. ആ 57 കോടികളൊക്കെ വർക്കിലേക്കായി വന്നാൽ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം വീതി കൂട്ടി നവീകരിക്കാൻ കഴിയും. അതല്ലാത്ത നിലവിൽ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കത്തന്നായിട്ട് 280 കോടിക്ക് എസ്റ്റിമേറ്റ് പ്രപ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കത്ത് തന്നിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവർ ചെയ്ത വർക്കുകൾ ഞങ്ങൾ കൊടുക്കുന്നത്. PWD സെക്രട്ടറി ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിംഗിന്റെ ഡയറക്ഷൻ പ്രകാരമാണ് ആ ഗവൺമെന്റിൽ നിന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. അപ്പൊ അത് പ്രകാരം ഞങ്ങൾ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മുടെ ചെമ്മാട് ഭാഗത്തോ കരപ്പനങ്ങാടി ഭാഗത്തോ മാറ്റങ്ങളില്ല. ചെമ്മാട് ഭാഗത്ത് പ്രത്യേകിച്ചും യാതൊരു മാറ്റങ്ങളും തിരങ്ങാടി കോളേജിന്റെ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ എന്താണോ ഒറിജിനൽ എസ്റ്റിമേറ്റിലുള്ളത് ആ എസ്റ്റിമേറ്റുള്ള ആ സെയിം തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് അതൊന്നും അത് അങ്ങനെ ആവാനുള്ള കാരണം ഫസ്റ്റിൽ വർക്ക് ഉണ്ടാക്കുമ്പോൾ എവിടെയാണോ റോഡിന് വീതി കൂടുതലുള്ളത് ആ ഭാഗത്ത് അന്നിപ്പോ അതിൽ എൻക്രോച്ച്മെന്റ് ഉണ്ടോ ഇല്ലയെന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ അറിയില്ല. അപ്പോൾ അന്ന് വീതി കൂടുതലുള്ള ഭാഗങ്ങളിൽ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഇപ്പൊ തിരങ്ങാടി കോളേജിലൊക്കെ തിരങ്ങാടി ടൗണിലൊക്കെ സ്വാഭാവികമായിട്ട് വീതി ഇല്ലാത്തതുകൊണ്ട് അവിടെ അന്നും അങ്ങനെയാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ സർവേ ചെയ്തിട്ടും അവിടെ ആ വീതിയുള്ളൂ. അപ്പോൾ ഇനി അക്വസിഷന് വേണ്ടിയിട്ട് നമുക്ക് സർവേ നമുക്ക് ചെയ്ത് കിട്ടിയത് ഇപ്പോ ആ തിരുവങ്ങാടി കോളേജിന്റെ അവിടെയൊക്കെ ഒരു PC ചെയ്തപ്പോൾ കുറച്ച് സമയം അവിടെ നിർത്തിവെക്കേണ്ടിരുന്നു. അതിന് ശേഷമാണ് നമുക്ക് സർവേ ചെയ്ത് മുഴുവൻ ഭാഗങ്ങൾ കിട്ടിയത്. ആ സർവേ ചെയ്ത് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് അക്വസിഷന്റെ പ്രപ്പോസൽ കൊടുക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇതിൽ ഞാൻ വീണ്ടും പറയണം, നമുക്ക് അവർ സ്കെച്ച് തന്ന് നമുക്ക് തഹസിൽദാർ ഒപ്പിട്ടിട്ടത് കയ്യേറ്റാണ്. ഭൂമിന്റെ രേഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ വകുപ്പാണ്. അതിൽ തഹസിൽദാർ ഭൂരേഖ തഹസിൽദാർ ഒപ്പിട്ടിട്ട് അത് കയ്യേറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു കയ്യേറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നാളെ സമാധാനം പറയേണ്ടി വരും. അപ്പൊ ഭൂരേഖ തഹസിൽദാർ ഒപ്പിട്ട് തന്നിട്ട് ഉള്ള ഒരു കയ്യേറ്റത്തിന്റെ സ്കെച്ച് കിട്ടിയ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് 3 ലൊക്കേഷൻ. അത് പാലത്തിന്റെ 2 സൈഡും ഈ പള്ളിയിലും. അപ്പൊ ഈ പള്ളിയിലും നമുക്ക് സ്കെച്ച് കിട്ടി അതിന്റെ എല്ലാതുമായിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളിലൂടെ ഇതാവും. അവിടെയുള്ള ചെറിയൊരു തടസ്സം എന്ന് പറയുന്നത് അത് സ്ട്രക്ചർ ഭാഗികമായി പൊളിക്കുമ്പോൾ അയാള് ആ ഒരു ഇതിനുള്ള നടപടിക്രമങ്ങളും കൂടി പാലിക്കേണ്ടതുണ്ട്. സർ, ഞാൻ ഒരാൾക്ക് സൊസൈറ്റിയുടെ റോഡ്സ് വിഭാഗം ജനറൽ മാനേജറാണ്.
സാറ് വിശദമായിട്ട് പറഞ്ഞു. ഇത് സാറിൻ്റെ ഷൈനും വികലാംഗ സൊസൈറ്റിയുടെ റോഡ്സ് വിഭാഗം ജനറൽ മാനേജറാണ്. ഷൈനും കയ്യോടെയാണ് വീട്. 20 വർഷമായി ഞാൻ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. സാർ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കേൾക്കുന്നത് സാറിൻ്റെ വിഷമമാണ്. സാറ് നമ്മളെ വികലാംഗ സൊസൈറ്റിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി, ഈ മണ്ഡലത്തിൻ്റെ നമ്മളെന്ത് ഉപേക്ഷ കാണിക്കുന്ന പറഞ്ഞ ഭയങ്കര സങ്കടം. നമ്മൾ ഒരാൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ സാറ് മീറ്റിംഗ് ഇല്ലാതെ നിജിലായിരുന്നു സാർ അല്ലേ? ഞാൻ പറഞ്ഞില്ല, എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ മുതൽ ഫസ്റ്റ് ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ടെൻഡർ മുതൽ ഞാൻ ഉണ്ടായിരുന്നു സാർ. സാറ് മീറ്റിംഗ് പങ്കെടുക്കാൻ പറ്റില്ല സാർ, ബാക്കിണ്ടായില്ല, എല്ലാ മീറ്റിംഗും വരാറുണ്ടായിരുന്നു. വേറെ തന്നെ സാർ സാറിൻ്റെ വിഷമം ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റെടുക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ ഭാഗത്ത് ഒരാളുടെ സൊസൈറ്റിയുടെ ഭാഗത്ത് ഒരിക്കലും സാർ ഉണ്ടായ വിഷമത്തിന് എനിക്ക് വിഷമമില്ല. സാറുണ്ടായ മാനസിക വിഷമത്തിന് എനിക്കും വിഷമമുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരാളുടെ സൊസൈറ്റിയുടെ ഭാഗത്തുണ്ട്. എത്രയും കാലമായിട്ടും നിങ്ങളുടെ കഴിഞ്ഞ മീറ്റിങ്ങിന് നമ്മുടെ അജിയാണ്ട് വരാൻ പറ്റായിരുന്നു. നേരത്തെ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് കുറിപ്പാണ്ടും നമ്മൾ ചാർജ് ഏൽപ്പിച്ചിട്ടുള്ള ബാക്കി ടീമായിരുന്നു വന്നത്. സാർ ഞാനതാണ് പറഞ്ഞത്, ഈ വർക്കിൽ സാറ് പറഞ്ഞ പോലെ പുതിയ ഓർഡർ ആക്കി സാങ്ഷനായി കിട്ടിയാൽ നമ്മൾ എല്ലാ സപ്പോർട്ടും ഒരാളുടെ സൊസൈറ്റിന്റെ ഭാഗത്ത് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ആ വർക്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ് സാർ, സാങ്ഷനായി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം നമ്മൾ എല്ലാം കൂടെ മാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് എല്ലാ റവന്യൂ ടീമിന്റെ ഭാഗത്തു നിന്ന് സർവേ ആക്കാൻ വേണ്ടപ്പോൾ എന്ത് സൗകര്യം വേണേൽ നമ്മളെ വണ്ടി എന്ത് സൗകര്യം നമ്മൾ സൊസൈറ്റിന്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് സാർ. ഇങ്ങോളം ഇനിയും തന്നെ എന്തൊക്കെ നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ സപ്പോർട്ട് വേണം എല്ലാ സപ്പോർട്ടും ഒരാളുടെ സൊസൈറ്റിന്റെ ഭാഗത്തുണ്ടാവും. നമുക്ക് ഈ രീതിയിൽ 2 രീതിയിൽ എസ്റ്റിമേറ്റ് ഇപ്പോൾ അവിടെ കിടക്കുക സാർ. ഗവൺമെന്റ് സാർ പറഞ്ഞ 450 ഒക്കെ ഉൾപ്പെടുത്തിച്ചുള്ള 450 കോടിയുടെ എസ്റ്റിമേറ്റ് ശരിക്കും ഗവൺമെന്റ് ഉണ്ട്. അതിനുശേഷം ഡയറക്ഷൻ കൊടുത്തിട്ട് നമുക്ക് 257 കോടിയാക്കി ചുരുക്കി മാറ്റി കൊടുക്കാൻ പറഞ്ഞാൽ അതും അവിടെ കിടക്കുകയാണ് സാർ. സാർ ഒന്നിപ്പോൾ 7 മണ്ഡലത്തിലെ എല്ലാവരും കൂടി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ശ്രദ്ധയപ്പെടുത്തി ഈ രീതിയിൽ വർക്ക് നമുക്ക് സാങ്ഷൻ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ അഡീഷണൽ കിട്ടുന്ന 2 കോടി റിവേഴ്സ് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അപ്രൂവ് കിട്ടുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഭാഗത്ത് വർക്ക് കൂടി ചെയ്യാം. സമയബന്ധിതമായിട്ട് കിട്ടണമെന്നുള്ള നമുക്കൊരു അപേക്ഷയായിട്ട് പറയാനുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറെ കാലമായിട്ട് നമുക്ക് നിലവിൽ നല്ലൊരു വർക്ക് ടീമോടെ ഉണ്ടായിരുന്നു. ഈ ഒരു അപ്രൂവൽ കിട്ടാത്തതുകൊണ്ട് നമുക്ക് വർക്കേഴ്സിന് ബാക്കോട്ട് പല സൈറ്റുകളിൽ മാറ്റുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല സാർ. നമ്മുടെ ഭാഗത്ത് ഉപേക്ഷിച്ചിട്ടില്ല. ഓർഡർ കിട്ടാൻ നമുക്ക് ആ ഭാഗത്ത് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ബൗണ്ടറി അല്ലാതെ ഡ്രെയിനേജ് ഇപ്പോൾ അവൈലബിൾ ലാൻഡിൽ പെർമിറ്റ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ് പെർമിറ്റ് ചെയ്യുക. അങ്ങനത്തെ പല വിഷമം കൊണ്ടാണ് ഇപ്പം നമ്മളുടെ എന്ത് സപ്പോർട്ടും സാറ് പറഞ്ഞ പോലെ നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്ത് സപ്പോർട്ടും ഒരാളുടെ സൊസൈറ്റിന്റെ ഭാഗത്തുണ്ടാകുന്നു അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, മറുപടി നമസ്കാരം. സാറ് പറഞ്ഞു സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്റെ സംശയം, കക്കാടിന്റെയും ചെമ്മാട് പട്ടണം അവസാനിക്കുന്നതിന്റെയും ഇടയിൽ സർവേ പൂർത്തീകരിച്ച് ഒരു എൻക്രോച്ച്മെന്റും ഇല്ല എന്നാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം? അല്ല, അത് കഴിഞ്ഞിട്ടാണ് എന്റെ ചോദ്യം ചോദിക്കാൻ. സംശയം തീർക്കാനാണ്. തഹസിൽദാർ നമ്മൾ മേൽ സൂചനകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. അവിടെ നിന്ന് കിട്ടിയതാണ്. സൂചന 1ന്റെ അടിസ്ഥാനത്തിൽ ചെമ്മാട് മുതൽ കക്കാട് വരെയുള്ള റോഡ് പുറമ്പോക്ക് സ്ഥലം സർവേ നടത്തി സൂചന 2 പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സർവേ നമ്പർ 101, 111, 139 എന്നിവയിൽ കയ്യേറ്റം കണ്ടെത്തിയിട്ടുണ്ട്. ആയത് പ്രകാരം കയ്യേറ്റം മാർക്ക് ചെയ്ത സ്കെച്ച്, കയ്യേറിയുടെ പേര്, വിവരം സഹിതമുള്ള റിപ്പോർട്ട് എന്നിവ മേൽ നടപടിക്കായി അയക്കുന്നു. സാറേ, ഞങ്ങൾക്ക് പൊതുജനത്തിന് മനസ്സിലായില്ല. എന്റെ ചോദ്യം കട്ടൻ ക്ലിയർ ആണ്. PSMO കോളേജിനിടയിലും ചെമ്മാട് പട്ടണം അവസാനിക്കുന്നതിനിടയിലും സർവേ നടത്തി എൻക്രോച്ച്മെന്റ് കയ്യേറ്റം ഇല്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടി. അതാണ് ഇതിലുള്ളത്. അവിടെ നടത്തിയിട്ട് ഒരു കയ്യേറ്റവും ഇല്ല. കയ്യേറ്റം ഉണ്ട്. ഏതാണ് അത്? അതാണ് കക്കാടിനും പള്ളി, കക്കാടിനും തിരങ്ങാടി കോളേജിനും ഇടയിലുള്ള ആ ഭാഗം. അതിനുശേഷമുള്ളത് ഞങ്ങൾ കണ്ടതാണ്. അല്ല, ഒരു മിനിറ്റ്. അവിടെ സർവേ നടക്കുന്നതും അതിൽ പൊളിക്കുന്നതും ഞാൻ അവിടുത്തെ പ്രദേശവാസിയാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് PSMO മുതൽ ചെമ്മാട് പട്ടണം അവസാനിക്കുന്നതിനിടയിൽ കയ്യേറ്റങ്ങളില്ലേ? സർവേ നടന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇതിൽ അവിടെ സർവേ നടത്തിയിട്ട് അവിടെ ഈ 3 പോയിന്റിലെ കയ്യേറ്റങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ സംഭവത്തിനിടയിൽ കയ്യേറ്റങ്ങൾ ഇല്ല എന്നല്ല എന്നെ അതെ.
അതാണ് അതിനുള്ള മറുപടി. ഓക്കെ, ഇവിടെ വ്യാപകമായിട്ടുള്ള പ്രചരണം, ഈ നാട് മുഴുവനായിട്ടുള്ള പ്രചരണം MLA അബ്ദുറബ് സാർ പറഞ്ഞതുപോലെ MLAയുടെ താല്പര്യത്തിനും ചില മുതലാളിമാരായിട്ടുള്ള ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുടെയും താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ സർവേയും എൻക്രോച്ച്മെന്റ് വീണ്ടെടുക്കലും അതേപോലെ തന്നെ അക്വസിഷനും നടത്താതെ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരടക്കം ഒത്തു കളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള പ്രചരണം. ഇവിടെ MLA കൃത്യമായിട്ട് പറഞ്ഞു അവരുടെ എന്താണ്, പക്ഷെ അതിനുള്ള മറുപടി ആയിട്ട് ഊരാളുകൾ സൊസൈറ്റിയും ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞ മറുപടി, നിങ്ങളുടെ റിവൈസ്ഡ് ആവശ്യങ്ങള് ഗവൺമെന്റ് ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് അംഗീകരിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ അതിന് അർത്ഥം ഒറിജിനൽ എസ്റ്റിമേറ്റിൽ അതില്ല. ഒറിജിനൽ എസ്റ്റിമേറ്റിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ വീതി കൂട്ടുന്ന ഒരു പ്രപ്പോസൽ എസ്റ്റിമേറ്റിൽ ഇല്ല. അക്വസിഷൻ ഇല്ല, അക്വസിഷനും ഇല്ല, റോഡ് വീതി കൂട്ടലും ഇല്ല. ഡ്രെയിനേജ് ഉണ്ടോ? ഡ്രെയിനേജ് മൊത്തം തിരൂരങ്ങാടി സെക്ഷനിലുള്ള, അതായത് പരപ്പനങ്ങാടി ഭാഗത്തുള്ള എല്ലാ ഡ്രെയിനേജുകളും അതിന്റെ ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്തിട്ടുണ്ട്. തിരൂരങ്ങാടിയിൽ ഡ്രെയിനേജ് ഉണ്ടോ? തിരുവനാടിൽ ഡ്രെയിനേജ് ഇല്ല. ഡ്രെയിനേജ് ഇല്ല. ഡ്രെയിനേജ് നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. അല്ല, അഡീഷണൽ ഈ പ്രോജക്റ്റിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അത് മാധ്യമങ്ങളെ പ്രത്യേകം നോട്ട് ചെയ്യണം, ഉദ്യോഗസ്ഥന്മാരെ പറയുന്നത്. തിരൂരങ്ങാടിയിൽ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഡ്രെയിനേജ് ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? തിരൂരങ്ങാടിയിൽ അത് തിരുവനങ്ങാടി ഭാഗത്ത് എസ്റ്റിമേറ്റിൽ ചില ഭാഗങ്ങളിൽ ഡ്രെയിനേജ് ഉണ്ട്. യഥാർത്ഥത്തിൽ എസ്റ്റിമേറ്റ് പ്രകാരം പ്രൊപ്പോസ് ചെയ്തിരുന്നു. പക്ഷെ നിലവിലെ ഔട്ട്ലെറ്റുകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് അവിടെ ഒരു പ്രവർത്തിയും നടത്തിയിട്ടില്ല. ഒന്ന് അവിടെ യാറിന്റെ മുന്നിലൊക്കെ നമ്മൾ നിലവിലുള്ള ഡ്രെയിനേജിനെ മുനിസിപ്പാലിറ്റി റോഡ് കൊണ്ടുപോയി നിലവിലുള്ള ഡ്രെയിനേജിനെ കൊട്ടിയടച്ചിരിക്കുകയാണ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ ഈ MKH ഹോസ്പിറ്റൽ കഴിഞ്ഞ ഒരു ഡ്രെയിനേജ് അതുപോലെ വെള്ളം പോയത് പ്രൈവറ്റ് റോഡിലേക്കായിരുന്നു. അവിടെയും ഔട്ട്ലെറ്റ് കൊട്ടിയടക്കപ്പെട്ടു. സ്വാഭാവികമായിട്ട് നമുക്ക് ഡ്രെയിനേജ് ഉണ്ടാകുമ്പോൾ ഇതിന് വെള്ളം ഒഴുക്കി വിടാൻ ഒരു സൗകര്യം വേണം. ഇല്ലാതെ വെറും ഡ്രെയിനേജ് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ റോഡ് മുഴുവൻ വെള്ളക്കെട്ടായിട്ട് അവിടെ രൂപപ്പെടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മുനിസിപ്പൽ അധികൃതർ ആ ഭാഗത്തുള്ള നിലവിലുള്ള ഡ്രെയിനേജ് ഔട്ട്ലെറ്റുകൾ തുറക്കാനുള്ള ഒരു ഏർപ്പാട് ഇതിന്റെ കൂടെ ചെയ്യണം. അപ്പോഴേ സ്വാഭാവികമായും നമുക്ക് അവിടെ ഡ്രെയിനേജ് കണക്ട് ചെയ്യുന്ന പടികളും മറ്റും നടത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അതിനുള്ള ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഫോട്ടോ, ഈ ഫോട്ടോ MKH അവസാനിക്കുന്നത് മുതൽ ഓറിയന്റൽ സ്കൂളിന്റെ അടിയിൽ 2 മാസം മുമ്പ് ഞാൻ എടുത്ത ഫോട്ടോ ആണ്. നിങ്ങൾ ഇതൊന്ന് സൂം ചെയ്ത് കണ്ടു നോക്കുക. റോഡിന്റെ 50%, അറൌണ്ട് 50% വെള്ളത്തിലാണ്. ഒരു 100 മീറ്റർ ദൂരം. ഈ 100 മീറ്റർ വെള്ളക്കെട്ടിലൂടെ ഏതാണ്ട് 3000-ലധികം കുട്ടികൾ സ്കൂൾ തുറന്ന ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകണം. അതിൽ 5 വയസ്സായ LP സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, 100 കുട്ടികൾ അടക്കട്ടെ. ഒരു ദുരന്തം ഏത് സമയത്തും സ്കൂൾ തുറന്നാൽ സംഭവിക്കാം. ഞങ്ങളുടെ ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ പരസ്പരം തട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം എങ്ങനെ ഉണ്ടാവും? ഇപ്പോ നിങ്ങൾ പറഞ്ഞ ഈ തിരൂരങ്ങാടിയിൽ ഒരു എൻക്രോച്ച്മെന്റും ഇല്ല എന്നുള്ളത് 100% കളവാണ്. കാരണം എന്റെ വീടിന്റെ മുമ്പിൽ ഒരു പള്ളിയുടെ കാര്യത്തിൽ എനിക്ക് 100% അറിയാം. അവിടെ കയ്യേറ്റുണ്ട്, അവിടെ നിൽക്കുന്ന കടകള് PWD സ്ഥലത്താണുള്ളത്. ഒന്ന്, കാരണം ഞാൻ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന സ്ഥലത്ത് റോഡിൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പൊ അവിടുത്തെ കടകളൊക്കെ നിൽക്കുന്നത്. ഗവൺമെന്റ് സ്കൂളിന് വേണ്ടിയിട്ട് അതിന്റെ ഗ്രൗണ്ടിന് മതിൽ കെട്ടി ആ മതിൽ പോലും ഇപ്പോഴും ഗവൺമെന്റ് പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ അവിടെ വന്നിട്ട് ചോപ്പാടിയാളത്തിൽ എഴുതി വെച്ച് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ എൻക്രോച്ച്മെന്റ് ഇല്ല, കയ്യേറ്റില്ല എന്ന് പറയുന്നത് 100% തെറ്റാണ്. അതിന് അവിടെ ആവശ്യമായിട്ട് സർവേകൾ നടന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ഭാഗം ഞാനടക്കം എനിക്കടക്കം അവിടെ പ്രോപ്പർട്ടി ഉണ്ട്. എന്റെ പിതാവിന്റെ പ്രോപ്പർട്ടി, എന്റെ വാപ്പ വെച്ച മതിലാണ്. എനിക്കറിയില്ല അത് റോട്ടിലാണോ അല്ലെങ്കിൽ ഇവിടെയാണോ എന്നുള്ളത്. ഏതൊരാളും ഇവിടുത്തെ ഒരു പാർട്ടിയുടെ ഒരു നേതാവും ഒരു അനുയായിയും എൻക്രോച്ച്മെന്റ് കയ്യേറ്റം ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഈവൻ അക്വസിഷൻ വരെ തിരുവനങ്ങാടിയിൽ ആളുകൾ തയ്യാറാണ്. എന്നിട്ടും നിങ്ങൾ ഇപ്പൊ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു തലമുറക്ക് കൂടി ഈ പറയുന്ന ഈ ഇടുങ്ങിയ 7 മീറ്ററോ 8 മീറ്റർ ഉള്ള റോഡിലൂടെ ജീവിതകാലം മുഴുവൻ അടുത്ത തലമുറയിൽ സഞ്ചരിക്കേണ്ട ഒരു ഗതി ഉണ്ടാവും. മാത്രമല്ല, ഈ പറയുന്ന സ്ഥലത്ത് ഇനി വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോ സ്കൂൾ തുറക്കുമ്പോ 3 or 4 കുട്ടികൾ അവിടെ കണ്ണടച്ചു നിങ്ങൾ വാഹനം പോകുന്നത്, ഈ കുട്ടികൾ റോഡിന്റെ നടുവിലൂടെ പോകുന്നതുകൊണ്ട് ഒരു ദുരന്തം അവിടെ കാത്തിരിക്കുക. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച് ഒരു ദുരന്തം അവിടെ കാത്തിരിക്കുക. ആരായിരിക്കും ഉത്തരവാദികൾ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗവൺമെന്റ് പൈസ തരാത്തത് കൊണ്ടാണ് ഈ പദ്ധതിയുടെ ബാക്കി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ തുറന്ന് സമ്മതിച്ചതിൽ വളരെ സന്തോഷം. കാരണം ഇവിടെ നടക്കുന്ന വ്യാപകമായിട്ടുള്ള ദുഷ്പ്രചരണങ്ങളുണ്ടല്ലോ, അത് മറികടക്കാൻ ഇത് ധാരാളമാണ്. അപ്പൊ എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം കണ്ടെത്തരും എന്ന് ദയവായി ഒന്ന് പറയണം.
അതിനിടയില് ഒരു കാര്യം എല്ലാവരും ചോദിച്ചു കഴിഞ്ഞിട്ട് ഒന്നിച്ച് മറുപടി പറയാം, അതാണ് നല്ലത്. അതിന്റെ ഇടയ്ക്ക് ഇവരിപ്പോ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ കത്തിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്, ഞാൻ അതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ കത്ത് ഓർഡർ ജിയോ വന്നിട്ടുള്ളത് 14/10/2020 അതായത് 2 മാസം മുമ്പ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ലാക്ക് ഓഫ് ബഡ്ജറ്റ് അലൊക്കേഷൻ ഓർഡേഴ്സ് were issued to stop the work. അതായത് 2014 തുടങ്ങിയ ഒരു വർക്ക് 2020 ബഡ്ജറ്റ് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഇത് പറഞ്ഞു അതല്ല, ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെ. അതെ, അതാണ് ഒന്ന്. അങ്ങനെ നിർത്തിവെക്കാൻ തീരുമാനിച്ച വർക്ക് പിന്നെ രണ്ടാമത് തുടങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ ഈ 2-3 പ്രാവശ്യം ഇതിന്റെ എമൗണ്ട് കുറച്ചു. ഇപ്പൊ ഇവര് പറയുന്നു 7 MLA കൂടി ശ്രമിച്ചാൽ നമുക്ക് ഗവൺമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഞാൻ ചോദിക്കുന്ന ഈ കാലം വരെ ഊരാലുങ്കൽ സൊസൈറ്റി ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥനെ സമീപിച്ചിട്ട് ഊരാലുങ്കലിന്റെ ആൾക്കാർ മുഴുവൻ ഇരിക്കുന്നില്ല. ഞാൻ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവരെ വിളിച്ച് എന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഇവിടെ ഓഫീസിലോ വിളിച്ച് മീറ്റിംഗ് കൂടുക എന്നുള്ളത്, സാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന പ്രൊഫഷനൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി MLA കൂടി യോജിച്ച് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെയ്ത് വാങ്ങണം. ഒരാളും എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥനും പറഞ്ഞിട്ടില്ല. നമ്മൾ അറിയുന്നില്ല, നമ്മൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പറയും, അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ജയിക്കും എന്നുള്ളതല്ലാതെ. അപ്പൊ ഇവർ കരുതി കൂട്ടി ഈ കാര്യത്തിൽ ഊരാലുങ്കൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് വളരെ അസന്ദീപമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവരെന്താ വെച്ചാൽ ഏറ്റവും വലിയ ഗവൺമെന്റിനേക്കാളും വലിയ സൊസൈറ്റിയാണ്, അതുകൊണ്ട് അവർക്ക് ഏത് രീതിയിലും എല്ലാം ചെയ്യാം എന്നുള്ള ഒരു അഹങ്കാരവുമാണ് അവർക്ക് ഇങ്ങനെ ആവാൻ കാരണം. അല്ലെങ്കിൽ അന്ന് മുതൽക്ക് തന്നെ ഇതിൽ ഇങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയാൽ ആ സമയത്ത് തന്നെ എല്ലാ MLA അവർ കോൺടാക്ട് ചെയ്യണ്ടേ, എന്നിട്ട് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അത് ചോദിച്ച് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ പോയി മുഖ്യമന്ത്രിനെ എല്ലാവരും കാണാൻ തയ്യാറാണ്. കാരണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണത്. ആ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹം അവിടെ ഇരിക്കുന്നവർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതില്ലെങ്കിൽ ഇതിങ്ങനെ വരില്ല. കാരണം ഏതെങ്കിലും വിദ്യകൾപ്പൊടിക്ക് ചൂണ്ടിക്കാനൊക്കെ കഴിയുമോ, അല്ലെങ്കിൽ ഊരാലുങ്കലിന് ചൂണ്ടിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് തന്ന എസ്റ്റിമേറ്റ് TS കിട്ടിയ വർക്കിന്ന് 100 കോടി 150 കോടി രൂപയെ കുറക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടോ? പറയണം, ഒന്നും PWD പറയണം, അല്ലെങ്കിൽ ഊരാലുങ്കൽ സൊസൈറ്റി പറയണം. അങ്ങനെ ഉണ്ടോ? ഈ വർക്കിന് മാത്രം ഇങ്ങനെ അങ്ങനെ സംഭവിക്കും, അത് പറയണ്ടേ? ഞാൻ പറയുന്നത് ഇത്രയും അധികം 4-6 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിന്റെ വർക്കിന്റെ എമൗണ്ട് മുഴുവൻ കുറച്ചിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്തു പോയാൽ ഇവിടെ നാട്ടുകാരും ആളുകൾ മുഴുവൻ വിഡ്ഢികളല്ലല്ലോ. അപ്പൊ അതങ്ങനെയാണെങ്കിൽ അവരെ ബോധ്യപ്പെടും. നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു, MLA പറഞ്ഞു, എല്ലാ MLA പോയി പ്രസ് ചെയ്തു, നടക്കുകയാണെങ്കിൽ നടക്കും, നടന്നിട്ടില്ലെങ്കിൽ MLA കുറ്റം പറയായിരുന്നു. ഇത് നമ്മളെ എല്ലാം ഓരോരുത്തരും അവ്യക്തതയിൽ നിർത്തി ഒരു കാര്യവും പറയാതെ നാട്ടുകാർക്ക് നമ്മളെ ചീത്ത പറയാനുള്ള അവസരം ഈ സൊസൈറ്റിക്കാരുണ്ടാക്കി കൊടുത്തതാണ്. മറിച്ച് പ്രചരണം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പൊ ഈ ഓർഡറിന്റെ കോപ്പി കൂടി ഞാൻ ഇവിടെ വായിക്കാൻ കാരണം. ലാക്ക് ഓഫ് ബഡ്ജറ്റ് പ്രൊവിഷൻ വർക്ക് പുറത്തുനിന്നാ പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും വർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? അത് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ. ഞാനിതിന്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം. ഈ ഓരോരുത്തരും സംസാരിച്ചിട്ടുണ്ട്, അതിന്റെ ബ്രീഫായിട്ടുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നോട്ട് ചെയ്തിട്ട് അവസാനം മറുപടി പറഞ്ഞാൽ ഓരോരുത്തരും പറയുന്നത് ചാടിക്കറി അതിന് എനിക്ക് ചോദിക്കാനുള്ള ഇവിടെ പറഞ്ഞു ഔട്ട്ലെറ്റ് ഇല്ലാത്ത സ്ഥലത്തായതുകൊണ്ടാണ് ഞങ്ങളിത് കൊടുക്കാത്തത്. എന്ത് ഡ്രെയിനേജ് കൊടുക്കാത്തത് കോളേജിന്റെയും കക്കാടിന്റെയും ഇടയിൽ 2 ഭാഗത്തും കയറ്റായത് കൊണ്ട് കുടുങ്ങി കിടക്കുന്ന ഒരു 10-15 വീടുകൾ വെള്ളം വന്നുകൊണ്ട് ചാടിയിട്ട് അവിടെ ഗവൺമെന്റ് മുതലാണ് ഒരു ഭാഗം, ഗവൺമെന്റ് മുതലാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ഗവൺമെന്റ് മതിലിന് കട്ട വെച്ചിട്ടുള്ള ഇതാണല്ലോ. അപ്പൊ അതിലൂടെ വെള്ളം നന്നായിട്ട് കുത്തിയൊലിച്ചു, നന്നായിട്ട് ഇവിടെ റഫീഖിന്റെ വീടിന്റെ തൊട്ട് താഴെ കൂടിയാണ് അത് നന്നായിട്ട് ഒലിച്ചങ്ങ് പോകുന്നത്. ഓരോ മഴ കഴിയുമ്പോഴും ആ വീട്ടുകാര് കൈക്കോട്ടേറ്റ് മുറ്റം നന്നാക്കലാ പഠിച്ചു. എന്റെ വീടിന്റെ മതിലിന്റെ മേലെ കൂടിയാണ് വെള്ളം കവിഞ്ഞുകൊണ്ട്, മുറ്റത്തെ മതിലുണ്ടല്ലോ അതിന്റെ മേലെ കൂടിയാണ് വെള്ളം കവിഞ്ഞുകൊണ്ട്. പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അവിടെ അതൊന്ന് ചെയ്തു തരണം. കാരണം ഒരു കാർഷിക വിളകളും ഇടാൻ വയ്യ, എല്ലാം കുത്തിയൊലിച്ച് പോവാ. ആളുകളൊക്കെ നന്നായിട്ട് കുത്തിയൊലിച്ച്
വരികയാണ്. ആ രൂപത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ എൻക്രോച്ച്മെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഞങ്ങൾ ഇറക്കൂല. നിങ്ങൾ ആദ്യമായിട്ട കുറെ പെയിന്റിങ് അവിടെ നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്ത കുറെ പെയിന്റിങ് അവിടെ കിടക്കുകയാണ്. അത് പല ബിൽഡിങ്ങിന്റെയും സൈഡിലുണ്ട്, പല മതിലിന്റെയും സൈഡിലുണ്ട്, ഒക്കെ ഉണ്ട്. ആരാധനാലയങ്ങൾ വരെ ഉണ്ട്. നിങ്ങൾ ചെറിയൊരു പള്ളി മാത്രമേ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയ സാമ്യം അടയാളം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് അതൊക്കെ മാറിപ്പോയത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതൊക്കെ മാറിപ്പോയതാണോ? പിന്നെ ഡ്രെയിനേജിന് ഔട്ട്ലെറ്റ് ഇല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് ഡ്രെയിനേജിന് ഔട്ട്ലെറ്റ് ഉണ്ട്. അതിന്റെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ അഭയദേവ് സാർ ഇതിലുണ്ടാവുമ്പോ, ഈ സെക്ഷനിൽ ഉണ്ടാവുമ്പോ, പരപ്പനാടി സെക്ഷനിൽ ഉണ്ടാവുമ്പോ ഒരു പ്രോജക്റ്റ്, അതിന്റെ ഔട്ട്ലെറ്റ് അടക്കമുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് അതിലേക്ക് അയച്ചു. ഒരാളുകൾക്ക് അതിന്റെ ഇടയിലുള്ള അത് ഔട്ട്ലെറ്റ് ശരിക്കുണ്ട് പാടത്തേക്ക്. അവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, ഒരു കൾവർട്ട്. ആ കൾവർട്ട് റോഡ് വന്നപ്പോ അടഞ്ഞു പോയതാണ് ഏതോ കാര്യം. അതെ, പക്ഷെ ആ റോഡിലൂടെ ശരിക്കും ഡ്രൈനേജ് പോകുന്നുണ്ടല്ലോ. കോഴിക്കോടൊക്കെ റോഡിന്റെ നടുവ് കൂടി ഡ്രൈനേജ് പോകുന്നുണ്ടല്ലോ. ഇത് ഡ്രൈനേജ് കൊണ്ടുപോവാ. അതിന്റെ അടുത്ത് പാടമുണ്ട്. എന്തുകൊണ്ടാണ് അത് കൊണ്ടാകത്ത്? ഈ ആൾക്കാർ ബുദ്ധിമുട്ടിയോട്ടെ എന്നുള്ള നിൽക്കണം. പിന്നെ എനിക്കത് സംശയം ഒറ്റൊന്നുള്ളത്, ഭയങ്കര വരെ കുഴപ്പമില്ല. ഏത് പാലം വരെ, ഇങ്ങേപ്പുറം പാലം വരെ കുഴപ്പമില്ല. ഞങ്ങളെ തിരുനങ്ങാടിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. എന്താണ് നാടുകാണിന്ന് തുടങ്ങി, പരപ്പനങ്ങാടിന്ന് തുടങ്ങി, നാടുകാണിന്ന് വരെ പരപ്പനങ്ങാടി തിരുനങ്ങാടി വരെ എത്തിയിട്ടുണ്ട്. തിരുവരങ്ങാടി മാത്രമാണ് ഇപ്പൊ കുടുങ്ങി കിടക്കുന്നത്. അതെന്താ എന്താ വേങ്ങര കൊടുക്കാതെ? ഇവിടുന്ന് പോയിട്ട് വേങ്ങര പോയി കുടിക്കാൻ പോലെ നമ്മളിവിടെ ഇരിക്കണ്ടല്ലോ. വേങ്ങര ഇത് തിരുവരങ്ങാടിക്ക് മാത്രമുള്ള ഒരു ആരും എതിർപ്പില്ലാതെ കണ്ടുകൊണ്ടാണോ എന്ന് ഞാൻ അറിയിച്ചു. ഞാൻ ഈ യോഗത്തിന് ഒരു രാഷ്ട്രീയ കക്ഷിയിൽ പ്രതിനിധിച്ച് വന്ന ആളല്ല. യോഗം നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഈ റോഡിന്റെ, ഈ നാട്ടിന്റെ പ്രദേശവാസികളുടെ ഒരു ഈ എം എൽ എയും കരാറുകാരായിട്ടുള്ള ഒരാളുടെ സൊസൈറ്റിയും ഗവൺമെന്റ് അധികൃതരും പങ്കെടുക്കുന്ന യോഗമാണ്. അവിടെ വന്ന് കാര്യങ്ങൾ അറിയാൻ നമുക്കുള്ള കൺസേൺസ് പറയാനുള്ള വേദി നൽകി കയറി വന്നതാണ്. ഞാനവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിൽ വെറുതെ ബഹളം ഉണ്ടാക്കരുത്, ആദ്യം തന്നെ പറയാണ്. ഇവിടെ ആമുഖമായിട്ട് പ്രസംഗിച്ച എം എൽ എ ഈ ഒരു നാട്ടുകാരുടെ ഒരു പൊതുവായ വിഷയത്തിലുള്ള, നാട്ടുകാരുടെ ഒന്നിച്ചുള്ള ഒരു ഐക്യത്തെ തകർക്കുന്ന കക്ഷി രാഷ്ട്രീയ പ്രതിനിധി 100% അതിൽ മാത്രമുള്ള ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ആമുഖ വാക്കുകളാണ് നടത്തിയത്. അത് തെറ്റാണ് എന്ന് ഒരു ബോധ്യമെങ്കിലും സ്വയമെങ്കിലും എമ്മിലേക്ക് ഉണ്ടാകണം. ഞാൻ പറയാം പിന്നെ ഒരു ജനാധിപത്യ രീതിയിൽ ഒരാള് പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത ഞാൻ അങ്ങനെ പറഞ്ഞു. ഒരാളിപ്പോ റഫീഖ് പറഞ്ഞപ്പോ ഇവിടെ ഒരാളും അതിനെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു സഹിഷ്ണുത നല്ലതാണ് ഈ കാര്യത്തിൽ. ആയിക്കോട്ടെ
പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ യോഗത്തിന് വന്നത്. ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അല്ല അത് മാനസികമായിക്കൊണ്ട് നമ്മളിന്ന് ചിന്തിക്കുന്നത് നമ്മുടെ കുഴപ്പമാണ്. അത് വേറെ പ്രശ്നമില്ല. പക്ഷെ അതിൽ ഒരു കാര്യം പറഞ്ഞാ എം.എൽ.എ ഇത് വിളിച്ചിട്ടുള്ളത് MLA ഈ നാട്ടിലെ ആളുകളുടെ അനൈക്യപരമായ പ്രവർത്തനത്തെ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതിനെ തുരങ്കം വെക്കുന്ന രൂപത്തിലേക്ക് പോകരുത്, അങ്ങനെ പോകരുത്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അത് വേണം. അവിടെ നിൽക്ക്. ശരി 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 ശരി. അല്ല അതിലിവിടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം സഹിഷ്ണുകൂടി കേൾക്കുക എന്നുള്ളതാണ്. അത് ജനാധിപത്യ മര്യാദയാണ്. ഇവിടെ പ്രസംഗിക്കുകയാണ്. ഹലോ, പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഈ എല്ലാവരും ഒന്ന് ഇരിക്കോ. ഞാൻ മുൻകൈയെടുത്ത് വിളിച്ചൊരു മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കുഴപ്പമില്ല. പിന്നെ എന്നെ പറ്റി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ തന്നെ അധികമാണ്. വേറെ ആരും പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞോളാം. അതിനിടയിൽ കണ്ടുകൂട്ടുന്നു. അപ്പോൾ അത് അവിടുന്ന് സംസാരിക്കുമ്പോഴും ഇവിടുന്ന് സംസാരിക്കുമ്പോഴും രോഗം അനുഭവപ്പെടുത്തരുത്. ഇനി ഒരു അവസരത്തിൽ രോഗം അനുഭവപ്പെടുത്തി ഞാൻ വിട്ടു പോകും. മനസ്സിലായില്ലേ? കാരണം ഇത് നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ഈ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. അതിന് സംസാരം കഴിഞ്ഞു. ആയിക്കോട്ടെ. ഓരോരുത്തരും അല്ലല്ല എന്നാണ് ഓരോരുത്തരും സംസാരിക്കുമ്പോ ഒന്നുകിൽ അവർ പ്രതിനിധിയായി കഴിഞ്ഞാൽ പാർട്ടി ആളാരാണ് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. പിന്നെ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ എനിക്കുള്ള മെമ്പർഷിപ്പ് ഞാൻ പറഞ്ഞുതരാം. പ്രവാസി സംഘടനയിലുള്ള അബുദാബി ശക്തി ടീച്ചേഴ്സിലാണ് എനിക്ക് മെമ്പർഷിപ്പ് ഉള്ളത്. എന്നോട് ചോദിച്ച ചോദ്യം ഉത്തരം പറയാം. രണ്ടാമത്തെ കാര്യം ഞാനിപ്പോ പറഞ്ഞു. ഇവിടെ ഇവര് അധികാരികളൊക്കെ പറഞ്ഞല്ലോ, മഞ്ചേരി മുതൽ മലപ്പുറം വരെ ഉള്ള സ്ഥലത്ത് സ്വന്തം നിരക്ക് തന്നെ ജനങ്ങൾ ഭൂമി വിട്ടു നൽകി നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന തയ്യാറായി. ഇവിടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ യാത്രാ ദുരിതം അനുഭവിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ ദർശന ടെക്സ്റ്റൈൽസ് മുതൽ നമ്മൾ പറഞ്ഞ ചെനക്കൽ പള്ളി വരെ വരുന്ന സ്ഥലത്താണ്. തീരെ വീതിയില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സ്ഥലമുള്ളത്. അതിലിപ്പോ ഈ എന്താ പറയാ, എഞ്ചിനീയർ പറഞ്ഞ പോലെ ദർശനം മുതൽ മമ്പുറം പള്ളിയുടെ വരെയുള്ള സ്ഥലത്ത്, മമ്പുറം എന്താ പറയാ പാലം വരെ വരുന്ന സ്ഥലങ്ങളിൽ പള്ളിന്റെ ഭൂമിയാണ്. പിന്നെ എന്താ പറയാ, മുൻകാലങ്ങളിൽ ഇതിനത് സാധ്യമല്ലാത്തതുകൊണ്ടാണ് ബൈപ്പാസ് എന്നുള്ള ഒരു പ്രപ്പോസൽ നടന്നത്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ചന്തപ്പടി ടു MKH അല്ലെ എന്താ പറയാ ചെനക്കൽപ്പള്ളി വരുന്ന സ്ഥലങ്ങളിൽ ഭൂമി ഉടമകളെടുത്ത് സ്വയം വിട്ടു നൽകാൻ ആകാനുള്ള രീതിയിലുള്ള ഒരു പരിപാടിക്ക് നേതൃത്വം നൽകാൻ MLA തയ്യാറുണ്ടോ? അതിന് ഇവിടെ കൂടിയ ആളുകൾക്ക് തന്നെ, ഭൂമിയുള്ള ആളുകൾ സ്വയം വിട്ടു നൽകാൻ ഞാൻ തയ്യാറാണെന്ന് ഈ യോഗത്തിൽ പറയാൻ തയ്യാറുണ്ടോ? എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്,
ഞാൻ പിന്നെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇനിയിപ്പോ അത് പറഞ്ഞില്ല കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാനിപ്പോ MLA മിനിയാന്ന് ഞാൻ ഈ വിഷയം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ MLA ബന്ധപ്പെട്ടു. അപ്പൊ MLA പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ യോഗത്തിന് വരണം എന്നുള്ള രൂപം തന്നെ പറഞ്ഞത്. അപ്പോ പിന്നെ ഇതില് ഒരു വിഷയം ഒന്ന്, ജനങ്ങള് പല സ്ഥലങ്ങളുള്ളതാണ്. ഇപ്പൊ ഈ വാട്സപ്പും സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന്റെ ഭാഗമായി കൊണ്ട് അഭിപ്രായങ്ങൾ എങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ എന്നോട് ഒരാൾ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് വസ്തുതാപരമായ അന്വേഷണം നടത്തിയിട്ട് നമുക്ക് അതിൽ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ ഇപ്പോ അഷ്റഫ് സാർ ഇപ്പൊ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ പിന്നെ നമ്മുടെ മണ്ഡലത്തിൽ കൂടെ പോകുന്നതാണ്. ഇപ്പോ കൂരിയാടുന്ന് മലപ്പുറം വരെ എന്തില്ല ഒരു ടാറിങ്ങും നടന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. ആകെ കുറച്ച് നടന്നിട്ടുള്ളത് ആ പാണക്കാട് ആ ഭാഗത്ത് ആ കാരട് പിന്നെ പാലത്തിന്റെ പുഴയുടെ ആ തീരത്ത് കുറച്ച്, അത് വേറെ ഏജൻസിനെ കൊണ്ട് നടത്തി എന്നുള്ളതാണ്. ഇതന്നെ വേറെ രൂപത്തിൽ അവിടെ മാത്രം നടത്തുള്ളൂ. അപ്പൊ ഇവിടെ പ്രശ്നം കിടക്കുന്നുണ്ട്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ യാത്രാ പ്രശ്നങ്ങൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ പിന്നെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനുള്ള ചില പ്രയാസങ്ങളാണ് ഇപ്പൊ അതിനു മുമ്പ് സംസാരിച്ച ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളൊക്കെ പറഞ്ഞത്. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നത് MLA എന്നുള്ള രൂപത്തിലേക്കാണ് അത് മുൻകൈ എടുക്കേണ്ടത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ MLA എന്നുള്ള രൂപത്തിലേക്ക് മുൻകൈ എടുത്തതിന്റെ ഒരു ഭാഗമായി കൊണ്ട് ചേർന്ന ഒരു യോഗമാണ്. അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നെ എസ്റ്റിമേറ്റ് എമൗണ്ട് ഇനിയും ആ രൂപത്തിലേക്ക് 450 കോടി റുപ്യ എന്നുള്ള രൂപത്തിലേക്ക് വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചാലേ ഇവർക്ക് ഈ വർക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉള്ള വർക്ക് ഇപ്പൊ ഇവർക്ക് നിലവിലുള്ള ഈ പിന്നെ സ്ഥലങ്ങളിലുള്ള ടാറിംഗ് ആണ്, റീടാറിംഗ് ആണ് നടക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 12 മീറ്റർ ആണ് നമ്മൾ ആദ്യം കേട്ടിരുന്നത്. 12 മീറ്റർ ആണ്. അപ്പൊ അതിനുള്ള അസൗകര്യങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞപ്പോ അത് മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെ ഇതില് എൻക്രോച്ച്മെന്റ് ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഒരാളും തടസ്സം പറഞ്ഞില്ല. എൻക്രോച്ച്മെന്റ് ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എൻക്രോച്ച്മെന്റ് ഒഴിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കമില്ല. അപ്പൊ എൻക്രോച്ച്മെന്റ് ഉണ്ടോ ഇല്ല എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ അത് ഇനി റവന്യൂക്കാര് പിന്നെ നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ഒരു ഇടപെടല് അത് ബന്ധപ്പെട്ട ആളുകൾ കൊണ്ട് അത് വാങ്ങിപ്പിക്കണം. മറ്റൊരു വിഷയം ഈ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് പന്താരങ്ങാടി ഇതേപോലെ പ്രശ്നം റേഷൻപുഴേന്റെ അവിടെ മുറിഞ്ഞു എടുക്കുന്നത് ഡ്രെയിനേജ്. അപ്പൊ ഈ ഡ്രെയിനേജ് ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പമ്പലപ്പടിക്കുന്ന വെള്ളം പോകാൻ വേറെ മാർഗമില്ല എന്നുള്ളതാണ് ഈ അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത്. അപ്പോ അതും പിന്നെ ബന്ധപ്പെട്ട ആളുകൾ പരിഹരിച്ചു കൊടുത്തിട്ട് ഇതൊരു പിന്നെ പൊതുവായൊരു പ്രശ്നമാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് MLA തന്നെ മുൻകൈ എടുക്കണം. അല്ലാതെ നമ്മൾ അവിടുന്ന് എന്താ ഊരാങ്കക്കാരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ സംബന്ധിച്ചിടത്തോളം അവര് വർക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു വർക്ക് നടത്തും എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്ത് കൺസേൺ അതോറിറ്റി ഇവിടെ PWD ആണ്. PWD ഇവിടെ തന്നെ ഉണ്ട്, പരപ്പനങ്ങാടി ഓഫീസുണ്ട്, അതേപോലെ മഞ്ചേരി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈന്റെ ഓഫീസും. അപ്പൊ അതിന് മുൻകൈ എടുക്കുക എന്നുള്ളത് ഈ 7 MLA-മാര് ഇവിടുത്തെ ഈ നിയോജകമണ്ഡലത്തിന്റെ മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ MLA തന്നെയാണ്. അതില് ഞങ്ങളിപ്പോഴുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പൂർണ്ണ പിന്തുണ ഉണ്ടാവും, അതിൽ തർക്കമില്ല. അതില് ചില അവസരങ്ങൾ ഇനിയിപ്പോ എവിടുന്നുണ്ടെങ്കിൽ പോലും പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂട്ടായി തീരുമാനിക്കുന്നത് ഈ വികാസത്തിന് ആവശ്യമായ രൂപത്തിലേക്ക് എന്തൊക്കെ വേണം. അതിപ്പോ MLA മുൻകെടുത്തു എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മുൻകെടുത്ത് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് മുൻകെടുത്ത് വെച്ചിട്ടോ നമ്മളെ സംബന്ധിച്ച പ്രശ്നമല്ല. അങ്ങനെ നിലപാടിനെ സംബന്ധിച്ച് അതിന് പിന്നെ പൂർണ്ണമായ പിന്തുണ അതിലുണ്ടാവും. എൻക്രോച്ച്മെന്റ് ഒഴിപ്പിക്കണം. പിന്നെ അതില് എൻക്രോച്ച്മെന്റ് ഒഴിപ്പിക്കാതെ ഇപ്പൊ വേറെ സംശയം വന്നിട്ടുള്ളത് നിങ്ങളിപ്പോ ടാർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻക്രോച്ച്മെന്റ് ഒഴിപ്പിക്കൽ ഘട്ടം വരുമ്പോൾ നിങ്ങൾക്ക് വീതി കൂട്ടാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടില്ല എന്നുള്ളതാണ് ഒരു സംശയം. അത് പൊതുവായുള്ള ഒരു സംശയമാണ്. വേറൊരു സംശയത്തിൽ ഉടലെടുത്ത് വന്നുള്ളത് ഇപ്പൊ പരപ്പനങ്ങാടി ഇതേപോലെ നിങ്ങൾ ഒഴിപ്പിക്കാതെ അവിടെ എന്ത് ചെയ്തു? ടാർ ചെയ്തു. അവിടെ വിളിച്ച് ഇതേപോലെ അജിറ്റേഷൻ വന്നപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്തു? അത് ഒഴിപ്പിക്കാനും അവിടെ പിന്നെ കുറച്ച് ആ രൂപത്തിലേക്ക് വീതി കൂട്ടാനൊക്കെ അവിടെ ചില സ്ഥലങ്ങൾ തയ്യാറായി. അതൊരു സംശയം എനിക്കുണ്ട്. അപ്പൊ അതും കൂടെ ഇതിന്റെ കൂട്ടത്തില് ഒന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവും എന്നുള്ള ഒരു അഭിപ്രായം. ഹലോ, ഞാൻ പീഡിപ്പിന്റെ നഗരസഭാ അധ്യക്ഷനാണ്. മാസങ്ങൾക്ക് മുമ്പേ ഈ ഒരു സമരത്തിൽ രംഗത്തിറങ്ങി ഒരാളാണ്. അന്ന് PWDയുടെ ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് രേഖാമൂലം തന്നിട്ടുണ്ടായിരുന്നു. 12 മീറ്ററിൽ ഞങ്ങൾ ഈ പണി നാടുകാണി പരപ്പനങ്ങാടി വഴി പൂർത്തിയാക്കും, ഇരു സൈഡിലും ഓവുചാലകളൊക്കെ ചേർന്നിട്ടുള്ള പണി പൂർത്തിയാക്കുന്ന രേഖാമൂലം അദ്ദേഹം ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്, നിങ്ങളുടെ PW ഉദ്യോഗസ്ഥൻ. രണ്ടാമത് അത് ഒരുപാട് പിന്നെ താലൂക്ക് സർവേരൊക്കെ അളന്നൊക്കെ ഒരുപാട് പോയി കയ്യേറ്റം ഒഴിപ്പിക്കാനോ ഈ 12 മീറ്റർ ഇല്ലാത്ത സ്ഥലത്ത് സ്വകാര്യ സ്ഥലത്തിൻ്റെ അടുത്ത് ഭൂമി വാങ്ങണം എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നാടുകാണി ഇതിലുള്ള ഒരു അറിവ്.
അപ്പോൾ അതൊന്നും വാങ്ങാതെ വീണ്ടും അമ്പലപ്പടിയിൽ നിന്ന് ഈ വർക്ക് തുടങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങൾ തടഞ്ഞു. അവിടെ നിന്നും ഈ ഊരാളുങ്കൽ കമ്പനിയുടെ പ്രതിനിധിയും ഈ PW ഓഫീസറും പറഞ്ഞത് CI തിരുവരങ്ങാടി CIന്റെ മുമ്പിൽ സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു വീണ്ടും ഞങ്ങൾ അതുപോലെ തന്നെ രേഖാമൂലം തന്നിട്ടുണ്ട്. ഞങ്ങളത് 12 മീറ്ററിലാണ് ഞങ്ങൾ ഈ റോഡ് തീർക്കുക എന്നുള്ളത്. വീണ്ടും പല ഉദ്യോഗസ്ഥന്മാരായിട്ട് ഞങ്ങൾ സംസാരിക്കും. പോലും പറയുന്നത് വെള്ളം ഒഴുകി പോകല എങ്ങനെയാണ്, ഓവുചാലി കെട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു പ്രശ്നമാണെന്നുള്ളതാണ് പൊതുജനങ്ങളോട് ചോദിക്കുന്നത്. വെള്ളം എങ്ങനെ ഞങ്ങൾ ഒഴിക്കും ഈ ഓവുചാലി കെട്ടിക്കഴിഞ്ഞാൽ? അപ്പോൾ ഈ PW ഉദ്യോഗസ്ഥന്മാരോട് എനിക്കിവിടെ വ്യക്തമായിട്ട് പറയാനുള്ളത്, ഈ വെള്ളം ഒഴിക്കുന്നതൊക്കെ പൊതുജനങ്ങളോട് ചോദിച്ചിട്ടുള്ള കാര്യം. നിങ്ങളല്ല ഇതിലൊക്കെ പഠിച്ച ആൾക്കാർ. ആ പണി അറിയില്ലെങ്കിൽ തിരുവരങ്ങാടിയിൽ നല്ല പഠിപ്പുള്ള കുട്ടികളുണ്ട്. ആ കസാല മാറി കൊടുത്ത കുട്ടികളായിരിക്കും കയറിക്കോട്ടെ, അറിവുള്ളവര്. സർക്കാരിനൊക്കെ ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിലേ ഈ പാവപ്പെട്ട ജനങ്ങളെ നികുതി പണം ശമ്പളമായി വാങ്ങിയിട്ട് എന്തിനാ കള എത്തുന്നത്? നല്ല യുവാക്കൾ, ചുറുചുറുക്കുള്ള യുവാക്കൾ ഈ പണിയിൽ കയറാറുണ്ട്. അവർക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. വെള്ളം എങ്ങോട്ട് ഒഴിക്കണം, ഏത് രീതിക്ക് ഒഴിക്കണം എന്നുള്ളത് ഇവിടുത്തെ നല്ല പഠിപ്പുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത്. ഓവിച്ചാൽ 2 സൈഡിലും കെട്ടിയാൽ ഞങ്ങൾ വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. ഇതൊക്കെ ഒരുപാട് ആളുകളാ ഉദ്യോഗസ്ഥന്മാർ പേരാൻ പറഞ്ഞു. കാരണം ഈ വേദിയിലിട്ട രാഷ്ട്രീയ പ്രതിനിധികളെ, ഇവിടുത്തെ ജനങ്ങളെ, നിങ്ങളുടെ വോട്ടർമാരെ തല്ലി ഓടിക്കാൻ പോലീസിന്റെ സഹായം ഇവിടുത്തെ PW അതുപോലെ തന്നെ ഊരാളുങ്കൽ കമ്പനിയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണത് ഇത് അംഗീകരിക്കാൻ പറ്റുക? എന്തിന്റെ പേരിൽ? ഒരു തെറ്റിനെ എതിർത്താൽ അതിനെ അടിച്ചൊതുക്കലാണ് പതിവ്. അപ്പോ ഈ ഒരു കാര്യങ്ങളെ പറയാം. ഏതൊരു തിരുവരങ്ങാടിക്കാരൻ എന്നുള്ള നിരക്ക് 12 മീറ്റർ അതിന്റെ അപ്പുറത്ത് സർക്കാർ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് നാടുകാണി പരപ്പനങ്ങാടി പാത തീർക്കണം. ഇല്ലെങ്കിൽ തീർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മരിച്ചാലും ഞങ്ങളെ മുൻതലമുറക്കായി 21 ചരിത്രമൊക്കെ അവിടെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ മുൻതലമുറ പിടഞ്ഞു വിട മണ്ണാണ്. ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഈ റോഡ് നിങ്ങൾക്ക് നടക്കാം. ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ ആദ്യമേ എൻ്റെ രാഷ്ട്രീയം പറയാം. ഞാൻ CPIയുടെ പാർട്ടി മെമ്പറും AIYFന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും അതുപോലെ തിരുവരങ്ങാടി മണ്ഡലം സെക്രട്ടറിയാണ്. ഞാൻ ഇപ്പോൾ സംയുക്ത സമരസമിതിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലക്കാണ് എൻ്റെ സംസാരങ്ങൾ. അത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ സംയുക്ത സമരസമിതിയുടെ പേരിൽ ക്ഷമിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാം. ആദ്യമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻക്രോച്ച്മെന്റിന്റെ കാര്യം. ഇപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും ഇവിടെ ഒരാൾ പ്രസംഗത്തിൽ പറഞ്ഞു അനൈക്യത്തോടെ പെരുമാറുന്നു എന്ന്. അനൈക്യത്തോടെ ഒരാൾ പെരുമാറിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവരങ്ങാടി വെച്ചിട്ട് ഒരു കൺവെൻഷൻ ചെയ്തു. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് BJP അല്ലാത്ത മുഴുവൻ ആളുകളും അംഗങ്ങളായിക്കൊണ്ടാണ് അവിടെ ഒരു കൺവെൻഷൻ ഞങ്ങൾ വിളിച്ചത്. അവരെല്ലാവരും ഈ സമര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 10-ാം തീയതി കക്കാട് വെച്ച് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ എന്നുള്ള നിലക്ക് ആദ്യമായിട്ട് ഈ വർക്കിലാണ്. അതിനുശേഷം മാത്രമല്ലേ അവിടെ സർവേ നടപടികൾ ആരംഭിച്ചതും ഈ പറയുന്ന 4 കൈയേറ്റങ്ങൾ കണ്ടെത്തിയതും. അതിനു മുമ്പ് തുടങ്ങിയതല്ലേ 5 വർഷക്കാലമായിട്ട് ഈ നാട്ടിൽ നടന്നു വരുന്ന വർക്കല്ലേ ഈ നാടുകാണി പരപ്പനങ്ങാടി പാത വർക്ക്. എന്തുകൊണ്ട് ഇത്ര കാലത്തോളമായിട്ട് ആ കൈയേറ്റം കണ്ടെത്തിയില്ല? ഈ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന സാഹചര്യത്തിന്റെ അപ്പുറത്തേക്ക് മാത്രമല്ലേ ഈ കൈയേറ്റങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്? അത് ഉദ്യോഗസ്ഥ അനാസ്ഥയല്ലേ? ബന്ധപ്പെട്ട അധികാരികളുടെ വീഴ്ചയല്ലേ? ഇതാണ് ഞങ്ങളെ ചോദ്യം. അന്ന് ഞങ്ങൾക്ക് രേഖാമൂലം തന്ന് അന്ന് സമരക്കാർക്ക് അവിടുന്ന് തന്നതെന്താ? കക്കാട് മുതൽ അമ്പലപ്പടി വരെയുള്ള 4 കിലോമീറ്റർ സർവേ ചെയ്യുന്നത് കുറഞ്ഞത് 15 തുടർച്ചയായ പ്രവൃത്തി ദിവസങ്ങൾ വേണം. മുമ്പ് സർവേ ചെയ്ത സ്ഥലങ്ങൾ ഒഴിവാക്കി നാളെ തന്നെ സർവേ നടപടികൾ ആരംഭിക്കും എന്നാണ് തഹസീൽദാർ ഞങ്ങൾക്ക് രേഖാമൂലം അന്ന് തന്നത്. ഇത് 12/2/2020. ഇത് പറഞ്ഞ പ്രകാരം തൊട്ടടുത്ത ദിവസം ഞങ്ങൾ തഹസീൽദാറുമായി ബന്ധപ്പെട്ട് ആ സർവേ നടപടികൾ ആരംഭിക്കുകയാണ്. ആ സർവേ നടപടികൾ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ 4 എൻക്രോച്ച്മെന്റുകൾ കണ്ടെത്തുകയും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാതെ കയ്യേറ്റക്കാർക്ക് അനാവശ്യമായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ഈ ഇരിക്കുന്ന PWD ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുന്നതിന് യാതൊരു തർക്കവും. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ സിദ്ദീഖ് ഇസ്മായിൽ എന്ന് പറയുന്ന ഈ വേദിയിൽ ഇരിക്കുന്നവര് ഞങ്ങൾക്ക് തന്ന ഉറപ്പെന്താ? ഈ കയ്യേറ്റങ്ങൾ മാർക്ക് ചെയ്ത് റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ സർവേയർ ഏത് സമയത്താണ് സ്കെച്ച് ലഭ്യമാക്കുന്നത്? ആ സ്കെച്ച് ലഭ്യമാക്കും ഉടൻ എത്ര പ്രവൃത്തി ദിവസം പറഞ്ഞത്? 15 ദിവസത്തിനകം പൂർണ്ണമായിട്ട് ഞങ്ങൾ കയ്യേറ്റം ഒളിപ്പിക്കുന്ന പറഞ്ഞു. ഫെബ്രുവരി കഴിഞ്ഞു.
ഇന്നത്തേക്ക് എത്ര മാസമായി എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നു. ഓരോ വർക്ക് വരുമ്പോഴും MLA ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു മാസങ്ങൾ നീട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഊരാളുകളെ കുറ്റപ്പെടുത്തിയപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. PWD ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. MLA കുറ്റപ്പെടുത്തുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? ഞങ്ങളെല്ലാവരും ഇതിന്റെ അവകാശികളും ഗുണഭോക്താക്കളുമാണ്. ഓരോ പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങുന്നത്. അവരെ അടിച്ചൊതുക്കാനും അവരെ പിന്തിരിപ്പിക്കാനും പോലീസിനെയും രാഷ്ട്രീയവും ഉപയോഗിച്ച് പിന്തിരിപ്പിക്കാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് തെറ്റാണ്. അത് ഒരിക്കലും മുന്നോട്ട് പോകില്ല. ഏത് രീതിയിലുള്ള സമര പരിപാടികളുമായിട്ട് സംയുക്ത സമരസമിതി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ചുരുക്കം അങ്ങനെ 12/2 ഞങ്ങളോട് പറഞ്ഞത് ഈ ഡ്രെയിനേജ് അടക്കമുള്ള സംഗതികൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ നടപ്പിലാക്കി പൂർണ്ണമായിട്ടും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഈ പറയുന്ന പോലെ തന്നെ ലാൻഡ് അക്വിസിഷന്റെ നടപടി എന്താ വേണ്ടിയില്ലായിരുന്നോ? ഈ കാലം മുതലേ ഉണ്ടായിരുന്നതല്ലേ? ഈ എഗ്രിമെന്റിന്റെ തുടക്കത്തിലേ ഇല്ലേ? എന്തുകൊണ്ട് ഇവർ ചെയ്തില്ല? പിന്നീട് ഈ വർക്കുകളൊക്കെ നിർത്തിവെച്ചു. പിന്നീട് ഇവർ DC വർക്ക് തുടങ്ങിയത് പരപ്പനങ്ങാടി മുതൽ അമ്പലപ്പടി വരെ. അങ്ങനെ പോകരുത്. മറുപടി പറഞ്ഞാലും കൂടി കേൾക്കണം. എന്നിട്ട് പോകാം. അതാണ് അതിന്റെ അതിനവര് പോകാൻ നമ്മൾ ശരിയല്ലല്ലോ. നിങ്ങൾ സംസാരിക്കും ആളുണ്ടായിട്ടല്ലേ പറഞ്ഞു. എനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞതിനും ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറഞ്ഞതിനും മറുപടി പറയാൻ എല്ലാവരും തയ്യാറാണ്. അത് കേൾക്കാതെ പറഞ്ഞു കഴിഞ്ഞു പോകാന്നുള്ളത് ഒരു നല്ല സമീപനമല്ല. അതാണ് അപ്പോഴേ അങ്ങനെ ലാൻഡ് അക്വിസിഷൻ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ ഈ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഇരിക്കുന്ന AIC ഇവരടക്കം ഞങ്ങളെ വിളിച്ചു BC വർക്ക് ആരംഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പൊതുവെ ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ഒരു ചിത്രമുണ്ട് നാട്ടില്. എന്താ? ഞങ്ങളെല്ലാവരും വികസന വിരോധികളാണ്. ഞങ്ങൾ ഒരിക്കലും വികസന വിരോധികളല്ല. ഞങ്ങൾ തുറന്നു പറയാം, പൂർണ്ണമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, വാഹനത്തിന്റെ ഗതാഗതക്കുറിച്ച് നമുക്കറിയാം. നിത്യേന വാഹനങ്ങൾ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ പറഞ്ഞു പോകാണ്ടിരിക്കാൻ വയ്യ എന്നുള്ളത് പറ്റില്ല. കാരണം ഫെബ്രുവരി മാസത്തില് ഈ സമരം ആരംഭിച്ച് ഈ ഇരിക്കുന്ന MLA അടക്കം ഇന്നാണ് ഈ വിഷയത്തില് ഈ ജനങ്ങളെ കൂട്ടിയിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഈ ഇരിക്കുന്ന MLA ഈ നിയമസഭയിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏതായാലും MLA നല്ലതായിട്ട് കുറ്റം പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ജനകീയ സമിതി എന്നാ രൂപീകരിച്ചത് കുഞ്ഞാണോ? ഫെബ്രുവരി മാസം രൂപീകരിച്ചു. ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ DC വർക്ക് അമ്പലപ്പടി മൈതാന പ്രസംഗം കേൾക്കാൻ പറ്റില്ല. ആ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കണം. പറയണല്ലോ. നിങ്ങൾ പറ്റില്ലല്ലോ. അതാണ് പറഞ്ഞു വരുന്നത്. അമ്പലപ്പടി വരെ ഞങ്ങൾ BC വർക്ക് ചെയ്യുന്നതുകൊണ്ട് തടസ്സമില്ലാന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അമ്പലപ്പടിയും കഴിഞ്ഞു. ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിൽ നിൽക്കുക. ഈ സാർ ഇവിടെ എന്താ പറഞ്ഞത്? റോഡിലേക്ക് മതിയായ ഡിസ്റ്റൻസ് കെട്ടിടത്തുനിന്ന് പാലിക്കണം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ തിരൂരങ്ങാടി സൈഡിലേക്ക് അല്ലാതെ ഈ വർക്ക് പൂർണ്ണമായിട്ട് നിർത്തിവെച്ച് ഞങ്ങൾ പറയും പോലെ മാത്രം വർക്ക് നടത്തണം എന്നല്ല പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷ വേണം, എല്ലാവർക്കും യാത്ര ചെയ്യണം, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. ഈ രീതിയിലാണ് ഞങ്ങൾ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അമ്പലപ്പടി വെച്ചിട്ട് കഴിഞ്ഞ നവംബർ മാസം ഞങ്ങൾ ഈ വർക്ക് വീണ്ടും തടഞ്ഞു. അങ്ങനെ തിരൂരങ്ങാടി CI ഞങ്ങൾ സമരക്കാരെ വിളിച്ചു. അന്ന് ഈ AIC ഊരാളുകാർ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് ഉറപ്പ് തന്ന എന്താ? ലാൻഡ് അക്വിസിഷൻ നടപടികളുടെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രപ്പോസൽ ആർക്ക് കൊടുക്കും? ചീഫ് എഞ്ചിനീയർക്ക് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോഴല്ലേ ആ സമരം ചെയ്തപ്പോഴല്ലേ അങ്ങനെ ഒരു പ്രപ്പോസൽ പോലും PWD ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ തയ്യാറായത്? എല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്കോ ഉദ്യോഗസ്ഥർക്കോ പറയാൻ പറ്റുമോ? അപ്പോൾ ഒരു സമരം അവിടെ ആവശ്യമായി വന്നു. അത് ആരുടെ കേടാ? ആരുടെ പിടിപ്പ് കേടാ? ഇവിടുത്തെ ജനപ്രതിനിധികളുടെ പിടിപ്പ് കേടായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. പിന്നെ മറ്റൊരു കാര്യം, ഇവർ ഡ്രെയിനേജ് നിർമ്മിക്കാത്തതിന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ? ഔട്ട്ലെറ്റുകളില്ല. ഈ ഔട്ട്ലെറ്റുകൾ ഈ പഞ്ചായത്ത് റോഡിന്റെ അല്ലെങ്കിൽ മുനിസിപ്പൽ റോഡിന്റെ അതുവഴിയാണ് പോകേണ്ടത്. ഔട്ട്ലെറ്റുകൾ കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റിയിൽ നിക്ഷിപ്തമാണ്. ഈ നിക്ഷിപ്തമായ കാര്യം വർഷങ്ങൾ എടുത്തിട്ടും കാണിച്ചു കൊടുക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടില്ല. അങ്ങനെ ഈ AI അടക്കമുള്ള ആളുകളോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് മുനിസിപ്പാലിറ്റി കാണിച്ചു തരണം. ഞാൻ പറഞ്ഞു, വാക്കാല് ജനങ്ങളോടല്ല നിങ്ങൾ പറയാ, രേഖാമൂലം നിങ്ങൾക്ക് പണി പേപ്പറിലാണ്. നിങ്ങൾ പറയേണ്ടത് മുനിസിപ്പാലിറ്റിയോടാണ് രേഖാമൂലം. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞു. ഇതുവരെ ഈ നിമിഷം വരെ എത്ര ഔട്ട്ലെറ്റുകൾ മുനിസിപ്പാലിറ്റി ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഡ്രെയിനേജ് നിർമ്മാണത്തിന്റെ ആവശ്യാർത്ഥം? അത് നമ്മൾ അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു വകുപ്പിനെ, ഒരു ഉദ്യോഗസ്ഥനെ, ഒരു ജനപ്രതിനിധിയെ മാത്രം കുറ്റം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമുക്ക് ഇത് പൂർണ്ണമായിട്ട് നടപ്പിലാകണം എന്നുള്ള
പിന്നെ ഒരു ആവശ്യത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിൽ സമരം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. എനിക്കറിയാം ഞാൻ എന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പറയട്ടെ, ഞങ്ങൾ സമരസമിതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ വന്നിട്ട് ഇവിടെ ബൈക്കിൽ മാത്രം പ്രസരിച്ച് പോയാൽ പറയാം. ഞങ്ങൾ വ്യക്തമായിട്ടുള്ള കാര്യം പറയാം. ഞങ്ങൾ കൂടുതൽ ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളായതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്ത് രേഖയുടെ ആ രേഖയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന കാര്യത്തിൽ അവനവന്റെ രാഷ്ട്രീയം പറയാനുള്ള അവനവന്റെ രാഷ്ട്രീയം പറയാനോ അവന്റെ അത് പറഞ്ഞു കഴിഞ്ഞു അവസാനിപ്പിക്കും. അവസാനം അങ്ങനെ അല്ല നമുക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മള് അല്ല അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്കാം. ഇത് അവസാനിപ്പിക്കാം. ഇത് കേൾക്കാൻ അവസാനമായിട്ട് കൂടി പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ജനകീയ സംയുക്ത സമര സമിതിന്റെ ആഹ്വാനം അനുസരിച്ച് ഒന്നുമല്ല ഈ മീറ്റിംഗ് വിളിച്ചത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പൊ എല്ലാവരും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. അത് രണ്ടാമത് ആവർത്തിച്ച് നിങ്ങളെ സമരസമിതിയുടെ തീരുമാനം മുഴുവൻ വായിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളെ അവസാനിപ്പിക്കും. ബാക്കിയുള്ളവർക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ ബഹളത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ യോഗം നിർത്തിവെക്കും. അത്ര ഞാൻ പറഞ്ഞത്. 33 ആളുകൾ പ്രതിനിധീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ പ്രതിനിധീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം. ഒരാൾ അവസാനമായി ഞങ്ങൾ കഴിഞ്ഞ ദിവസം 8-ാം തീയതി ബിജെപിയുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച് ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത നിവേദനം ഈ കണ്ടീഷനും കൂടി ഈ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി ഇതും കൂടി അംഗീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ കണ്ടീഷനും കൂടി നാടുവാണി ഇത് വായിക്കാൻ ഇത് പറ്റില്ല. ഇത് പറ്റില്ല. എങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും അറിയാനുള്ള അവസാനമാണ്. ഞങ്ങൾക്ക് ഈ സംയുക്ത സമരസമിതി ഈ ഉദ്യോഗസ്ഥർക്ക് മുമ്പായി ജനപ്രതിനിധികൾക്ക് മുമ്പായി വെച്ച കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ള ഒറ്റ ആവശ്യമാണ്. ഇത് അംഗീകരിക്കപ്പെടത്തോളം കാലം ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരപരിഹാരം ഇത്ര മാത്രമേ ദയവേത് ഒന്നിരിക്കണം. പ്ലീസ് ഒന്നിരിക്കി. ഞാൻ പറയാൻ സർ, ഞാൻ തിരൂരങ്ങാടി മുനിസിപ്പൽ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് സാറിന്റെ PAക്കും പാർട്ടികൾക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഒരു കാര്യം ഉദാഹരണം എടുത്തിട്ട് ചോദിക്കുകയാണ്. ഞാൻ തിരൂരങ്ങാടിയിലാണ് എന്റെ
പിന്നെ വീടുകൾ. എന്റെ ഡിവിഷൻ കൂടിയായത് യാര ഹൈപ്പർ മാർക്കറ്റ് സ്ഥിതി കൊള്ളുന്ന ആ ഏരിയ. അവിടെ റോഡിന്റെ നടുക്ക് എന്നോണാണ് ഒരു ട്രാൻസ്ഫോമർ നിലകൊള്ളുന്നത്. ദിവസം ഒരു 3000 കുട്ടികൾ അതിലൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങില് 1.80 മീറ്റർ എന്ന് എഴുതി വെച്ച് ചുവന്ന അടയാളത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് വലിയ രേഖകളില്ല എന്റെ കയ്യില്, ഒന്നുമില്ല എന്റെ കയ്യിൽ. പക്ഷെ ഞാൻ കണ്ട എനിക്ക് അറിഞ്ഞ ചെറിയ അറിവ് വെച്ച് ചോദിക്കണം, അത് എന്തായിരിക്കും, കയ്യേറ്റായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു കയ്യേറ്റാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇപ്പൊ വന്ന ബിൽഡിങ്ങുകളൊക്കെ ഈ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഈ PWDന്റെ നിയമം അനുസരിച്ചല്ല കെട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റിക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. അത് പേറേണ്ടവരല്ല ഞങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അത് പേറേണ്ടവരല്ല ഞങ്ങൾ. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, 287 കോടി അങ്ങാണ്ടാക്കി എന്നുള്ളത് നിങ്ങളിവിടെ പറയപ്പെട്ടു. 450 കോടിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഇവിടുത്തെ MLA സബ്മിറ്റ് ചെയ്ത് ഗവൺമെന്റ് അംഗീകരിച്ച് അത് 360 കോടിയിലേക്ക് കൊണ്ടുവന്ന് 287 ആക്കാൻ ഒരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താന്നുള്ളത് നിങ്ങളൊന്ന് വ്യക്തമാക്കണം. എന്തിനാണ്, എന്തിന്റെ പേരിലാണ് ഞങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് 10-40 വർഷമായിട്ട് വീതി കൂട്ടാത്ത ഒരു റോഡ്, ആ റോഡ് വീതി കൂട്ടാനുള്ള ഒരു സുവർണാവസരം നിങ്ങൾ തല്ലിക്കെടുത്തിയത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങള് ഡ്രൈനേജിന്റെ ഔട്ട്ലെറ്റ് ഇല്ലായ്മയെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതേ പോയിന്റിൽ ആ നേതാവ് ഇവിടുന്ന് നീച്ചുപോയി. അവിടെ യാര ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ മണ്ണിടുമ്പോ ഊരാലുങ്കൽ പ്രോജക്റ്റിൽ ഇതിന്റെ ഡ്രൈനേജ് ഉണ്ടെന്നും അതിന്റെ ഔട്ട്ലെറ്റ് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതും ഇതിന് പല ആളുകളും അതിനുണ്ട്. നാളികൾക്ക് 100 തവണ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഞങ്ങളിട്ട് ട്രോളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഊരാലുങ്കൽ പ്രോജക്റ്റിന്റെ ഔട്ട്ലെറ്റ് ആണ് നിങ്ങൾ നശിപ്പിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോ. അവിടെയാണ് നശിപ്പിച്ചു വെക്കുന്നത്. ആ നശിപ്പിക്കപ്പെടാൻ വേണ്ടിട്ട് ഉള്ളുന്ന് 8 അഞ്ഞൂറിന്റെ പണിയെടുത്തത് പ്രിയപ്പെട്ട സുഹൃത്തെ നിന്റെ പാർട്ടിക്കാരൻ കൂടിയായ കറുത്തോ മാറ്റിന് പോയായിരുന്നു. മനസ്സിലാക്കി വെച്ചോ, മനസ്സിലാക്കി വെച്ചോ. അതെ, നീ പാർട്ടി പറഞ്ഞോണ്ട് പറഞ്ഞതാ. അതിന് തുരങ്കം വെച്ചിട്ടാണ് ആ ഔട്ട്ലെറ്റ് തടഞ്ഞത്. പ്രിയപ്പെട്ട അധികാരികളോട് പറയാനുള്ളത്, MLAയോടും മുനിസിപ്പാലിറ്റിയോടും പറയാനുള്ളത്, ആ ഔട്ട്ലെറ്റ് തുറന്ന് ആ ഡ്രൈനേജിന്റെ പ്രശ്നം പരിഹരിക്കണം. മുനിസിപ്പാലിറ്റിക്കകത്ത് പാലത്തിങ്ങൽ പാലം മുതൽ അങ്ങ് കക്കാട് വരെയുള്ള ഭാഗത്ത് പ്രധാനമായും പള്ളിപ്പടി, അതുപോലെ അമ്പലപ്പടി, തിരൂരങ്ങാടി ഡ്രൈനേജിന്റെ കാര്യത്തിൽ ഊരാലുങ്കൽ പ്രോജക്റ്റിൽ വരുന്ന ഡ്രൈനേജ് അത് വരുന്ന ഭാഗങ്ങളിൽ അത് ഉണ്ടാക്കാൻ അതിന്റെ ഔട്ട്ലെറ്റ് ഏത് ഭാഗത്താണോ വേണ്ടത് എന്ന് നിങ്ങൾ മുനിസിപ്പാലിറ്റിയുമായി ആലോചിച്ച് അതിന്റെ ഔട്ട്ലെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് അത് പരിഹരിച്ചു പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നല്ല ജനങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകണം. പരിപൂർണമായിട്ടും ഗവൺമെന്റിന്റെ ഈ 475 കോടിയിൽ നിന്ന് 257 പോയത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്. അതുകൂടി വ്യക്തമാക്കി തരണം. അല്ല, ഇനി മതി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അല്ലല്ല, അങ്ങനെ പോയാൽ നമ്മൾ യോഗ അവസാനിപ്പിക്കാൻ പറ്റില്ല. അല്ലല്ല, ഇനി ഞാൻ പറയാം. ഇനി നമുക്കത് യോഗം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരുടെയും വിഷയവും എല്ലാവരുടെയും ആശങ്കയും എല്ലാവരുടെയും ആവശ്യവും ഒക്കെ ഒന്ന് തന്നെയാണ്. അല്ല ഇനി വേണ്ട. അതെ, മതി. ഈ ഉദ്യോഗസ്ഥന്മാര് ഇത്തിരി കാലതാമസം വരുത്തിയത് ഈ സ്ഥലം ഏറ്റെടുക്കൽ പരപ്പനങ്ങാടിയിൽ നിന്ന് അന്ന് മുനിസിപ്പാലിറ്റിയിൽ വെച്ചിട്ട് കാക്ക ഒരു മീറ്റിംഗ് കൂടിയ ടൈമില് അന്ന് സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ 2017 ഈ കാലതാമസം ഇപ്പൊ 2020 12-ാം മാസം 2-ാം തീയതിയാണ് സ്ഥലം ഏറ്റെടുക്കുന്ന ഇത് അപേക്ഷ കൊടുത്തത്. അതുവരെ ഇവര് എവിടെ ആയിരുന്നു? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ ഡേറ്റിന് ശേഷം ഈ പ്രപ്പോസൽ കൊടുക്കാൻ കഴിയുള്ളൂ. സാർ ഒരു കള്ളം പറഞ്ഞു. ഈ പ്രൊജക്ട് പ്രഖ്യാപിച്ചെന്ന് പത്രക്കാർ എഴുതുന്നതല്ല. മതി, മനസ്സിലായില്ല. മറുപടി പറഞ്ഞോളൂ. വൈക്കടവ്, എടക്കര, നിലമ്പൂര്, എടവണ്ണ, മഞ്ചേരി, മലപ്പുറം, വേങ്ങര, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി ടൗണുകൾ വീതി കൂട്ടി നവീകരിക്കും. ടൗണുകളിൽ ഇന്റർലോക്ക് പതിച്ച് കൈവരികൾ സ്ഥാപിച്ച് നടപ്പാത നിർമ്മിക്കും. 2015 ഡിസംബറില് ഈ പ്രൊജക്ട് പ്രഖ്യാപിച്ചപ്പോഴാണ്. ഇനി ഈ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തപ്പോ പദ്ധതി ഇങ്ങനെയാണ് 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കും. പൊതുജന സഹകരണത്തോടെ നിലവിലെ
റോഡിൽ 12 മീറ്റർ വീതി കൂട്ടി നിർമ്മാണം രൂപീകരിക്കും. അപകടരഹിതമായ യാത്ര ഉറപ്പാക്കും. ആധുനിക സുരക്ഷാ സംവിധാനം ഇത് മനോരമയിൽ അന്ന് ഉദ്ഘാടനം ചെയ്ത വന്നതാണ്. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഈ റോഡിൽ ആക്സിഡന്റ് ആയ ആളവിടെ ഉണ്ട്. അവിടെ മനോരമ ആയിക്കോട്ടെ, മനസ്സിലായി റഹീമ മനസ്സിലായി. ഇരിക്കെ ശക്തമായ നടപടി. അതെ, ഇരിക്കെ. യെസ്. അപ്പോഴേ പിന്നെ ഇനിയിപ്പം നിങ്ങൾ മറുപടി പറയേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാം. അത് കഴിഞ്ഞ് ഞാൻ അവസാനം സംസാരിച്ച് നമുക്ക് പത്രക്കാരെ മീറ്റ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. യെസ്. അപ്പോൾ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. പോയിന്റ് ബൈ പോയിന്റ് ഇവിടെ റേസ് ചെയ്ത കാര്യങ്ങൾക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറയും. അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഈ നമുക്ക് ഞാൻ പറഞ്ഞ നേരത്തെ സർവേ കംപ്ലീറ്റഡ് ഇപ്പൊ അടുത്ത് കിട്ടിയിട്ട് ഇവരോട് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ വിവരമാണ് സർവേ കംപ്ലീറ്റഡ് ആണ്. നിങ്ങൾ പറയുന്ന കംപ്ലീറ്റഡ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ എൻക്രോച്ച്മെന്റ് നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള രേഖകളിൽ കിട്ടിയ ഡാറ്റ വെച്ച് തന്നതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു സർവേ നടത്താൻ നമുക്ക് ആർക്കും വിരോധമൊന്നുമില്ല. വേണമെങ്കിൽ ഉണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ രണ്ടാമത് നമുക്കൊരു രണ്ടാമത് പേജിന്റെ ഒരു തീരുമാനമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് അമ്പലപ്പടി മുതൽ LKH ഹോസ്പിറ്റൽ വരെ വീണ്ടും സർവേ നടത്തി ബൗണ്ടറികൾ നിർണ്ണയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ പറയുന്നത് അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ സർവേ നടന്നിട്ട് എൻക്രോച്ച്മെന്റ് അവർ പറഞ്ഞിട്ട് ഒരു രംഗത്ത് വായിച്ചല്ലോ. ഇപ്പൊ നേരത്തെ എക്സി വായിച്ചു. അപ്പൊ നമ്മൾക്കുള്ള വിവരം അതാണ്. അത് പറയുന്നത് നിങ്ങൾ ശരിയല്ല എന്ന് പറയും. നിങ്ങൾക്കൊരു സംശയം പറയും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ വിഷമം? വീണ്ടും സർവേ ചെയ്യാം. സർവേ ചെയ്തിട്ട് ആ കാര്യങ്ങൾ കണ്ടെത്താനൊന്നും ആർക്കും വിരോധമില്ല. എൻക്രോച്ച്മെന്റ് ഉണ്ടെങ്കിൽ എടുക്കുന്നതിന് PWDക്ക് യാതൊരു വിരോധമില്ല. നമ്മൾ ചെയ്യുന്നേ ചെയ്യും. അത് എന്നായാലും ഈ എൻക്രോച്ച്മെന്റിന്റെ കേസിലാക്കി ഞാനെടുത്തോ ഇയാളെടുത്തോ മറ്റാളെടുത്തോ എന്നില്ല. ഇതിന്റെ രേഖ ഇരിക്കുന്ന PWDന്റെ കയ്യിലല്ല. നമുക്ക് അതിലൊന്നും ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. PWDന്റെ കയ്യിലുള്ള ഒരു രേഖ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റൂ. ഇതിന്റെ രേഖ എന്ന് പറയുന്നത് ഈ പറഞ്ഞ റവന്യൂക്കാരുടെ കയ്യിലുള്ള FMBയിലുള്ള രേഖകളാണ്. അത് നമ്മളെ സാധാരണ ആളുകളുടെ ഭൂമി നമ്മളെങ്ങനെയാണ് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ തീർക്കുക? അത് തീർക്കുന്ന പറയുന്നതാണ് അതിന്റെ ശരി. അവരാണ് അതിന്റെ അതോറിറ്റി. അവർ എന്ത് പറയണ ഈ സർവേ ഒക്കെ കഴിഞ്ഞു പോയിട്ട് ഒരിക്കൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വേറൊരു സർവേ നടത്തിയിട്ട് അവർ പറയണല്ല എൻക്രോച്ച്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എൻക്രോച്ച്മെന്റ് സ്കെച്ച് കിട്ടാനേ വെയിറ്റ് ചെയ്യുള്ളൂ. എൻക്രോച്ച്മെന്റ് സ്കെച്ച് കിട്ടിക്കഴിഞ്ഞ രേഖ മൂലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ എടുക്കും. അങ്ങനെയാണ്. അപ്പൊ ഇതിലൊക്കെ സർവേ എന്നായിട്ട് അവർ എന്തുകൊണ്ട് തരുന്നില്ല അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഉത്തരം പറയാൻ ബഹുമാനപ്പെട്ട MLA പറഞ്ഞിരുന്നത് സർവേയുടെ ആളുകളെ പറ്റുമെങ്കിൽ വിളിക്കാന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അതിന്റെ ഒരു അത് എടുക്കണ്ടെന്നല്ലോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് പോകാൻ നിൽക്കാറില്ല. ചില ഈ പള്ളികളുടെ കേസുകളൊക്കെ ഉണ്ടാകും. ചിലപ്പം അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. നിങ്ങൾ സർവേ ചെയ്യാൻ ആവശ്യപ്പെട്ടതിന് എന്തെങ്കിലും രേഖകളൊന്ന് കാണിച്ചു തരുമോ? പറയുന്നത് നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഇവര് അവിടെ അത് അപ്പൊ അതുണ്ട്. അപ്പൊ സർവേ അതിന്റെ കൊടുത്തിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന രേഖ വെച്ചിട്ട് ഇപ്പൊ സർവേ നടന്നു എന്നാണ് ഒരു രേഖ ഈ പറഞ്ഞ കക്കാട് മുതൽ എന്നുള്ള വായിച്ചു. ഈ വിവരങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ അതിലൊരു സംശയമുള്ള സ്ഥിതിക്ക് വീണ്ടും വേണമെങ്കിൽ ബഹുമാനപ്പെട്ട MLA സാർ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ജില്ലാ സർവേനെ കൊണ്ട് ഒരു സർവേ നടത്തിക്കാം. ഒരു അതിന്റെ കാര്യം എന്താ? ഒരു മിനിറ്റ് അതിന്റെ ഒരു മിനിറ്റ് പറയട്ടെ നിങ്ങൾ പറയട്ടെ. അതിന്റെ ഞാൻ എനിക്ക് ആ വിവരമില്ല. ആ ഗ്രൗണ്ടിലുള്ള വിവരം ഇപ്പൊ നിങ്ങൾ പറയും. ഇവര് പറയുന്നത് എന്താന്ന് കേൾക്കാൻ നമ്മളെ ഇതിന്റെ ഗ്രൗണ്ടിലുള്ള ആള് എന്താ പറയുന്നത് നമ്മൾ കേൾക്കുക. എന്നിട്ട് നമുക്ക് പറയാലോ, കേട്ടാൽ മനസ്സിലാവും. നിലവിൽ ഈ പ്രവൃത്തി തുടങ്ങുമ്പോൾ തന്നെ ഒരു ULCCക്കാർ ഒരു സർവേ നടത്തിയിരുന്നു. നിലവിലുള്ള റോഡ് അന്ന് താലൂക്ക് സർവേയിലൊന്നും അറിയിച്ചിട്ടില്ല. അല്ലാതെ നിലയ്ക്ക് ULCCക്കാർ നടത്തിയതാണ്. നിലവിലുള്ള റോഡിന്റെ വീതി പിന്നെ നിലവില് അവിടുത്തെ വീതിയൊക്കെ വെച്ചിട്ടൊരു സർവേ നടത്തി. അവർ 12 മീറ്റർ ഇല്ലാത്ത സ്ഥലങ്ങൾ അവർ പ്രത്യേകം മാർക്ക് ചെയ്തു. പറഞ്ഞ് മനസ്സിലാക്കണം. നിലവിലിപ്പോൾ 9 മീറ്റർ വീതി അവിടെ ഉള്ളൂന്നുണ്ടെങ്കിൽ 12 മീറ്റർ നമുക്ക് വീതി ആവശ്യമുള്ള ഏറ്റെടുക്കാൻ വേണ്ടി ഏകദേശം ആവശ്യമുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് 1.5 മീറ്റർ അപ്പുറത്തും മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഇപ്പുറത്തും 1.5 മീറ്റർ മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്തതാണ് ആ സംഭവങ്ങൾ. അതല്ലാതെ അത് എൻക്രോച്ച്മെന്റ് അല്ല. താലൂക്ക് സർവേ അതെ, അത് ആ തുടക്കത്തിൽ സർവേ ചെയ്തതാണ്. നമുക്ക് എന്താ പിന്നെ കയ്യേറ്റുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് താലൂക്ക് ഒരു സ്കെച്ച് തരും.
അത് മനസ്സിലായില്ലേ? അല്ല താലൂക്ക് സർവേ ചെയ്ത ഈ ഭാഗങ്ങളൊക്കെ അതിന്റെ സ്കെച്ച് പ്രകാരം ഞങ്ങൾ പൊളിച്ചതൊക്കെ അവിടെ ചെയ്തത് മഞ്ഞ നിറം ഒരു മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യുന്നതാണ്, അല്ലാതെ അത് ഭാഗമൊന്നുമില്ല. അതിൽ ഈ പറയുന്ന പള്ളിന്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മാർക്ക് ചെയ്ത് എന്താ പിന്നെ 75 സെന്റിമീറ്റർ എന്നാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അത് ഒരു പ്രാഥമികമായിട്ട് സർവേ നടത്തിയതാണ്. അത് ബോർഡറാണ്, നമ്മൾ അതായത് ബൗണ്ടറിയാണ്, അല്ലാതെ അവിടെ സ്ഥലം ഏറ്റെടുക്കാനുള്ളതല്ല. നമ്മുടെ റോഡിന്റെ ബൗണ്ടറിയാണ്. ഞാൻ പറയാം, പിന്നെ നിങ്ങൾ റവന്യൂ ഒന്നും അറിയിച്ചിട്ടില്ല, നിങ്ങൾ ഇഷ്ടത്തിന് ഇത് പറഞ്ഞ തുടക്കത്തില് ഈ റോഡിന് എത്ര വീതി ഉണ്ട് നിലവിലെന്ന് നോക്കിയിട്ട് ബാക്കി എത്ര ഭാഗം നമുക്ക് അക്വിസേഷൻ ഉണ്ടല്ലോ, ഈ എല്ലാ അക്വിസേഷൻ ഉണ്ടല്ലോ 12 മീറ്റർ ആക്കണം എന്നുള്ളത് അതിന് പ്രാഥമികമായ ഒരു കണക്കെടുത്തതാണ്. അതല്ലാതെ അതൊരു ഔദ്യോഗിക വർക്ക് ചെയ്തതിന് ശേഷം വർക്ക് നിർത്തിവെച്ചല്ലോ കക്കാട് അന്ന് സമരം ചെയ്തിട്ട്. അതിന് ശേഷം നിങ്ങൾ സർവേ ചെയ്യാതെ പോയല്ലോ, അന്ന് ഉദ്യോഗസ്ഥന്മാർ വാക്കൊന്നും പോയല്ലോ. സർവേ ചെയ്തതാണ്. അവിടെ നിന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ കയ്യേറ്റങ്ങളില്ല. ഇല്ല, എന്താ പറഞ്ഞാൽ മനസ്സിലാവാനേ നമുക്ക് കയ്യേറ്റുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് സർ. ഞങ്ങൾ ഇവിടെ ജീവിച്ചു വളർന്നതായതുകൊണ്ട് ഞങ്ങളെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ ചിലത് റോഡ് ഇങ്ങനെ പെട്ടെന്ന് ബിൽഡിംഗ് ആയി പോകുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലാക്കി ഇവര് പറഞ്ഞത് അത് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റന്നെ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഞാൻ പറയാം, അത് എന്തുകൊണ്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്രോജക്റ്റിൽ ഈ പറഞ്ഞ പോലെ 12 മീറ്റർ ആക്കണം എന്നുള്ളത് അക്വിസിഷനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അക്വയർ ചെയ്യുന്നത് എന്ന് പറയുന്നത് എപ്പോഴും അക്വിസിഷനിൽ പോകുമ്പോൾ നമുക്ക് 12 മീറ്റർ ഇവർക്ക് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം. അതിൽ അവരുടെ ബൗണ്ടറി, നമ്മുടെ എക്സാക്ട് ബൗണ്ടറി റവന്യൂക്കാർ കാണിച്ചു തന്നാൽ അതിന്റെ അപ്പുറത്തുള്ള ഭൂമിയെ നമുക്ക് അക്വിസിഷന് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് അവിടെ അന്ന് അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് എന്നുള്ളത് നിങ്ങൾ കൺവിൻസ് ചെയ്യണ്ടായിരുന്നു, അത് കൺവിൻസ് ചെയ്തിട്ടില്ല. ആ ഒരു പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സംശയങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു സർവേ നടത്താം, ഒന്നുകൂടെ നടത്താം. കാരണം നമ്മൾക്ക് കിട്ടിയ രേഖകൾ സർവേ ജില്ലാ സർവേ വെച്ചിട്ട് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട MLA കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒന്നിച്ച് ഈ പറഞ്ഞപ്പോൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ വേണമെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കോളൂ ഈ സർവേ നടക്കുമ്പോൾ. എന്നിട്ട് നിങ്ങൾ ഈ നടക്കുന്ന, കാരണം ഇവര് സ്കെച്ച് തരുന്നോടത്ത് പിന്നീട് എനിക്ക് ഈ കമ്മിറ്റി ഇപ്പൊ കുറച്ച് ആളുണ്ടെന്ന് വിചാരിച്ചോളൂ, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ നമ്മൾക്കിപ്പോ ഈ ബൗണ്ടറി മാർക്ക് ചെയ്യുന്ന ഒരു ഡിമാർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ വീടുകൂടിയിൽ വന്നിട്ടില്ല, സർവേ ചെയ്തിട്ടില്ല. നമ്മൾ അക്വയർ ചെയ്യുന്ന ലാൻഡിൽ മാത്രമേ ഡിമാർക്കേഷൻ നടന്നുള്ളൂ. അത് പല കാരണങ്ങളുണ്ട്. അതിന്റെ ഒരു വേറെ വശങ്ങൾ ഞാനിപ്പോ പറയാൻ തയ്യാറല്ല. അത് നമ്മളിപ്പം ഇങ്ങനെ ഈ എൻക്രോച്ച്മെന്റ് കണ്ട് എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ സ്റ്റോൺ ഇടും. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് PWD ബൗണ്ടറി ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മുമ്പ് എല്ലാ റോഡുകളിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല, നമ്മൾ ആലോചിച്ച് കഴിഞ്ഞു. പക്ഷെ അതിന് ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടും ബാക്കി ഗവൺമെന്റ് തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരേണ്ടത്. പല ടൗണിലും പല രീതിയിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമാണ് ഇത്. ഇങ്ങനെ വന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി, നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതാണ്, അത് കൺവിൻസ് ചെയ്തില്ല. ചിലപ്പോൾ നമ്മൾ ലെവൽസ് എടുക്കുമ്പോൾ എഴുതി വെക്കും. ഈ റോഡിന്റെ പണി നടക്കുന്ന സമയത്ത് ലെവൽസ് എടുക്കുന്ന സമയത്തും ഇതേമാതിരി മാർക്ക് എത്ര മീറ്റർ ആണ്, ഇത് വിട്ടിട്ടാണെന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി, അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ഇപ്പൊ ഉള്ള വലിയ വിഷയം അതാണ്, നമ്മൾ എൻക്രോച്ച്മെന്റ് ഉണ്ട് എന്നുള്ളതും നമ്മളുടെ വിവരം വെച്ചിട്ട് എൻക്രോച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമാക്കിയ രേഖകൾ പ്രകാരം കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇത് ഒരു കൺഫ്യൂഷനും അതിലുള്ള ഒരു സംഗതി ഒഴിവാക്കാനുമായിട്ട് നമുക്ക് ജില്ലാ സർവേറെ കൊണ്ട് ഒരു സർവേ നടത്തിക്കാൻ വേണ്ടി നമുക്ക് ബഹുമാനപ്പെട്ട MLA മുഖേന തന്നെ നമ്മളിപ്പോ ഒരു റിക്വസ്റ്റ് നമ്മളുടെ പക കൊടുക്കാം. അതില് സാർ ഒന്ന് ക്ഷമിക്കുകയാണെങ്കിൽ നമുക്കത് വേഗം പിന്നെ സ്കെച്ച് കൊടുത്ത സ്ഥലങ്ങളിൽ മറുപടി സ്റ്റോൺ സ്ഥാപിക്കാത്ത ഒരുപാട് ഒന്ന് അതെ നോട്ടിൽ നടക്കുകയാണ്. ഒരു ദിവസം ഇവിടെ കാണും, അടുത്ത ദിവസം അവിടെ ആവും. അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ല അത് സാർ എൻക്രോച്ച്മെന്റ് സ്കെച്ച് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാലത്തിങ്ങൾ പറഞ്ഞ ശരി. പക്ഷെ നമ്മൾ ഒരു ശ്രദ്ധയിൽ കൊടുത്താൽ നമ്മൾ
ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇവിടെ നിന്നാണ് ഇപ്പൊ ഉള്ള സംശയം പറയാൻ. അല്ല അല്ല അത് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് അവിടെ എൻക്രോച്ച്മെന്റ് ഇല്ല എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ് സർവേ ചെയ്തിട്ട്. അപ്പൊ അവര് തരുന്നത് എൻക്രോച്ച്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ തഹസിൽദാർ തന്നു. അത് പ്രകാരം നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കോടതിയിൽ പോകുന്ന ഒരു വിഷയം ഉണ്ടാകാൻ പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ അവിടുത്തെ വില്ലേജ് ഓഫീസർ പറയുന്നത് പട്ടയം അനുവദിക്കാൻ വേണ്ട ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിന് നടന്നിട്ടുണ്ട്. എന്തൊക്കെ വേറെ അതായത് എനിക്ക് അതിന്റെ ടെക്നിക്കലായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അതിന്റെ പൈസ അവർ കിട്ടിയിരുന്നു, പക്ഷെ പട്ടയം അനുവദിച്ചിട്ടില്ല. അപ്പൊ എൻക്രോച്ച്മെന്റിനെ കുറിച്ചാണ് സാറ് വിശദീകരിച്ചത്. ഈ എൻക്രോച്ച്മെന്റ് അല്ലാതെ ഈ പറയുന്ന 7-8 മീറ്റർ പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. റോഡിൽ വന്നിട്ട് ഇതിന്റെ പീഡിയന്റെ തിണ്ടും അതിന്റെ. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ ഈ പറയുന്ന ULCC 12 മീറ്റർ ആക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞൊരു സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രൊപ്പോസലായി ഗവൺമെന്റിന് മുമ്പിൽ നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താ വെച്ചാൽ അതിനൊരു ലാൻഡ് അക്വിസിഷനുള്ള ഒരു LAGOക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്. കക്കാട് മുതൽ ഇതുവരെയുള്ള ഭാഗങ്ങൾ ഏതൊക്കെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സീൻ്റെ ഓഫീസിനൊക്കെ പോയിട്ടുണ്ട്. അതാ പറഞ്ഞ അത് ലേറ്റ് ആയി പറഞ്ഞു. അതിന് ഒരു മിനിറ്റ് പറയുന്നത് കേൾക്കൂ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ആദ്യം നമ്മൾക്ക് അക്വിസിഷൻ അല്ലെങ്കിൽ അക്വയർ ചെയ്യാന്ന് പറയുന്നത് ഗവൺമെന്റ് ലാൻഡ് അക്വയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ബൗണ്ടറി ഏത് വരെ ഉണ്ട് എന്നുള്ളത് ആദ്യം ഉറപ്പാക്കണം. അതിനുശേഷമുള്ള സാധനം മാത്രമേ നമുക്ക് അക്വയർ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ തന്നെ ഈ എൻക്രോച്ച്മെന്റിന്റെ ഡിസ്പ്യൂട്ട് വന്നു. ആ എൻക്രോച്ച്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഭൂമി എടുക്കലാണ് നമ്മളുടെ വിഷയം. അപ്പൊ എൻക്രോച്ച്മെന്റിൽ 12 മീറ്റർ കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എടുക്കണ്ട. അപ്പൊ പല ഭാഗത്ത് എൻക്രോച്ച്മെന്റ് ഇല്ലാത്തോടത്ത് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ തിരുവരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് എൻക്രോച്ച്മെന്റ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഉള്ള വിവരം അവരുടെ മാർച്ചിങ്ങിന്റെ കേസ് പറഞ്ഞു. അപ്പൊ അവിടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എൻക്രോച്ച്മെന്റ് ഇല്ല എന്നുള്ളത് ആദ്യം ഉറപ്പുവരും. കാരണം ഈ ലാൻഡ് അക്വിസിഷൻ നമ്മൾ മൂവ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾക്ക് ഇവിടെ ലാൻഡ് എത്ര എടുക്കണം എന്നുള്ള കാര്യം അവരെ അറിയിക്കാൻ വില്ലേജിന്. എന്നിട്ട് അതിന്റെ അടങ്കൽ വാങ്ങിക്കുന്നു. ഇത്ര ഏരിയ നമുക്ക് വേണം, നമ്മളൊരു അലൈൻമെന്റ് ഉണ്ടാക്കി ഇത്ര ഏരിയ നമുക്ക് വേണം. ഈ പറഞ്ഞ പോലെ ഇപ്പം 12 മീറ്റർ എന്നുള്ള മാതിരി മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നു. അതിലപ്പോ ആദ്യം ഒരു സർവേ നടന്നിട്ട് ഗവൺമെന്റിന്റെ ബൗണ്ടറി ഏതാണെന്നുള്ള ആദ്യം ഫിക്സ് ചെയ്യണം. കാരണം ഗവൺമെന്റിന്റെ അങ്ങനെ ഒരു ഫിക്സ് നടന്നിട്ടില്ല. എൻക്രോച്ച്മെന്റിന്റെ കാര്യത്തിൽ ഉറപ്പുള്ള ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ള. എൻക്രോച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ രേഖ തരുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി അവിടെ എൻക്രോച്ച്മെന്റ് ഇല്ല എന്നാണ്. അല്ല അതാ പറഞ്ഞത്. അതിന് ചോദിക്കുമ്പോൾ നമ്മൾ ലാൻഡ് അക്വിസിഷന്റെ പ്രൊസീജിയർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് ചോദിക്കാൻ ഇവരെ ഫയല് കാണിച്ചു തരും. ഈ പറഞ്ഞ അവിടെ നിന്ന് അടങ്കൽ വാങ്ങണം. ഇത് ആരുടെ സ്ഥലം നമുക്കറിയില്ല. മനസ്സിലായോ? നമുക്ക് ഈ റോഡിന് ഇത്ര വീതി എടുക്കണം, ഒന്നും സെൻട്രൽ ലൈൻ ആ റോഡിനെ ബേസ് ചെയ്തിട്ട് ഇത്ര എന്ന് പറയും. അപ്പൊ എവിടെ വരെ PWD ബൗണ്ടറി ഉണ്ട് അത് അവരാണ് തീരുമാനിക്കുന്നത്. അത് വെച്ചിട്ട് വേണം ഇത്ര നമ്മളൊരു LAGO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളുടെ ഇത്ര ഏരിയ ലാൻഡ് നമ്മൾ അക്വയർ ചെയ്യാൻ പോകുന്നു എന്ന് ഗവൺമെന്റ് ഉത്തരവിലൂടെ അറിയിക്കാൻ. പിന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ റിക്വസിഷൻ കൊടുക്കും. അപ്പൊ അത് കിട്ടാനുള്ള പ്രൊസീജിയറാണ് ഇപ്പൊ ചെയ്തതെന്ന് പറയുന്നത്. അതിൽ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, അതിൽ ഒരുപാട് കടമകളുണ്ട്. ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഹാഫ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇത്ര നമുക്ക് വേണ്ട ലാൻഡേ പറയുന്നുള്ളൂ. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഒരു പാർട്ടാണെങ്കിൽ ആ ബിൽഡിംഗ് മുഴുവൻ സ്ഥലം എടുക്കണ്ട, പക്ഷെ ബിൽഡിംഗ് മുഴുവൻ എടുക്കേണ്ടി. അതൊക്കെ പിന്നീട് അതിന്റെ ഒരുപാട് ആയിട്ട് വരും. അപ്പൊ ഇപ്പൊ ആസിറ്റീസ് ഇപ്പൊ അവിടെ എൻക്രോച്ച്മെന്റ് ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഈ പണി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എൻക്രോച്ച്മെന്റ് ഇല്ല, നമുക്ക് അക്വസിഷൻ പ്രോസസ് ഉണ്ട്. അത് ചെയ്ത് വന്നിട്ട് ഈ പ്രോസസ്, കാരണം ഒരു കോൺട്രാക്ടിന്റെ ഒരു പീരീഡ് ഉണ്ടാവും. ഇവരുടെ പീരീഡ് ഒക്കെ കഴിഞ്ഞു പോയി, 2019 കഴിഞ്ഞു. ഇപ്പൊ എക്സ്റ്റൻഷനിൽ പോവുകയാണ്. അപ്പൊ അവരതിന് നിൽക്കില്ലേ, അതൊന്നും നമ്മളെ തരത്തിലുള്ള ഒരു കാര്യമല്ല. അപ്പൊ അവരതിന് നിൽക്കില്ല. അതായിരിക്കാം ഗവൺമെന്റ് ഒരു പക്ഷേ ഇങ്ങനെ തീരുമാനം എടുക്കാനുള്ള കാര്യം. കാരണം അവർ കൂടുതൽ പൈസ ചോദിക്കാം. നമ്മളിപ്പോ ആദ്യം പറഞ്ഞു കഴിഞ്ഞാലും അതിന് പൈസ കൂടുതൽ ചോദിക്കാം, സ്വാഭാവികമായിട്ട് അവർക്ക് ചോദിക്കാം. അതുകൊണ്ട് ഗവൺമെന്റ് ഇത് ഒഴിവാക്കിയിട്ട് പുതിയൊരു പ്രൊജക്ട് തരില്ല, അതൊന്നും പറയാൻ നമുക്കല്ല. അതാണ് പറഞ്ഞത്. അല്ല അതിന്റെ കാരണമാണ് നിങ്ങൾ ചോദിച്ചത്. അതിനെ പറയുന്നതിൽ ഇതാണ് കാര്യം. ഈ പറഞ്ഞ ഈ പീരീഡ് കഴിയുമ്പോഴുണ്ടാകുന്ന ഈ ലാൻഡ് അക്വിസിഷൻ വരുന്ന കാര്യങ്ങളിൽ വരുന്നതിലുള്ള കാണികൾ നമുക്കിപ്പം ചെയ്യാനുള്ളതിൽ ബുദ്ധിമുട്ടുകൾ വരും ഉണ്ടെങ്കിൽ ലാൻഡ് അക്വയർ. അപ്പം പൊതുവെ ഇതിലുള്ള ലെറ്റേഴ്സിലൊക്കെ പറയുന്ന പൊതുവെ അവിടെയൊക്കെ നമുക്ക് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടി. ഇപ്പൊ ഈ പറഞ്ഞ മഞ്ചേരി ഭാഗങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ചോദിക്കുന്ന ഇത് അങ്ങനെ തന്നെ ആണെങ്കിൽ വെറുതെ ലാൻഡ് അക്വിസിഷൻ വേണോ എന്നുള്ളൊരു ചോദ്യം കൂടി അതിൽ അവർ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടൂല, ഉറപ്പാണ്, സ്വാഭാവികമായിട്ടും കിട്ടില്ല. ലാൻഡ് അക്വയർ ചെയ്തിട്ട് തന്നെ പോകണം. അതോ ലാൻഡ് അക്വയർ ചെയ്ത് പോകണം, ബൈപ്പാസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ബൈപ്പാസുകളൊക്കെ ചിന്തിക്കുക. ഇപ്പൊ ടൗൺഷിപ്പിൽ ബിൽഡിംഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മളെ NHന്റെ 45 മീറ്റർ ആക്കുന്ന വളരെ ഈസി ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. അതപ്പം കേരളത്തിൽ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതാണ് ഈ സംശയം വന്നതുകൊണ്ട് നമ്മളൊരു സർവേ ജില്ലാ ലെവലിലുള്ള ഒരു സർവേ നടത്തിയിട്ട്
ഇതിപ്പോ ഇവർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് അവർ ആ 12 മീറ്റർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിംഗ് നടത്തിയത്. പക്ഷെ അത് കൺഫ്യൂസിംഗ് ആയി. അത് നിങ്ങൾ ആരെയും കൺവിൻസ് ചെയ്തില്ല. നിങ്ങൾ അത് എൻക്രോച്ച്മെന്റ് ആണെന്ന് മനസ്സിൽ വെച്ചും ചെയ്ത് പിന്നീട് സർവേ നടന്ന സമയത്ത് നിങ്ങളിപ്പോൾ അത് അറിയുന്നുണ്ടാലും എന്താ പറഞ്ഞത്, നമുക്ക് തരുന്ന രേഖ എൻക്രോച്ച്മെന്റിന്റെ സ്കെച്ച് കിട്ടുന്നത്, എൻക്രോച്ച് ഉണ്ട് എന്ന് പറയുന്ന സ്കെച്ച്. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്നാണ് ബഹുമാനപ്പെട്ട MLA മീറ്റിംഗിൽ ഇതേമാതിരി അവരോട് ചോദിച്ചു, അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എൻക്രോച്ച്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തരാൻ പറ്റുമോ? അപ്പൊ അവർ പറഞ്ഞു അത് തരാൻ പറ്റില്ല. അതാണ് നമ്മളെ വിഷയം. പക്ഷെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാട്ടിയിട്ട് പറയാണ് നമ്മൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇന്ന് മുതൽ ഇന്ന് വരെ എൻക്രോച്ച്മെന്റ് ഇല്ല, അതവർ തരുന്നില്ല. അതിനകത്ത് അവർക്ക് സാങ്കേതികമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും, എനിക്കറിയാം. പരിഹാരം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ജില്ലാ സർവേറെ വെച്ചിട്ട് ഈ ഡിസ്പ്യൂട്ട് വന്ന സ്ഥിതിക്ക് അവരവിടെ ഒക്കെ ഓൾറെഡി സർവേ ചെയ്ത് പോയതാണ്. അപ്പൊ ജില്ലാ സർവേറാണ് ഇതിന്റെ വലിയൊരു അതോറിറ്റി, ഇപ്പോൾ ഉള്ള നമ്മുടെ ജില്ലയിലെ വലിയൊരു അതോറിറ്റി. അപ്പൊ അവരുടെ മുഖേന ബഹുമാനപ്പെട്ട MLAയും നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതൊരു വേഗത്തിൽ നടപ്പിലാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. എന്നിട്ട് എന്റെ ചോദ്യം അത്രയേ ഉള്ളൂ, എൻക്രോച്ച്മെന്റ് ഇല്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുകയാണ്, പ്രവൃത്തി എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ അക്വസിഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ മതിയോ? ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ അതിലാണെങ്കിൽ അതാണ് പാച്ച് വർക്കുകൾ ചെയ്തിട്ട് പിന്നെ അടുത്ത ഈ ഡ്രെയിനേജും ഇതൊക്കെ എപ്പോഴാണ് വരുന്നത്? അപ്പൊ വീതിയാണ് ഇല്ലാത്ത ഡ്രെയിൻ ചെയ്യാനുള്ള വീതി. പക്ഷേ നിലവിൽ ഡ്രെയിനേജുകൾ ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ നിലവിൽ ഡ്രെയിനേജ് ഉണ്ട്. ആ ഡ്രെയിനേജ് ഒന്ന് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഇല്ല എന്ന് വീണ്ടും സർവേയിൽ തെളിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അക്വസിഷന് അനന്തകാലം എടുക്കും, പൈസ കൊടുത്ത് ബിൽഡിംഗ് പൊളിച്ചുണ്ടാക്കാൻ. ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്ത പോലെ നല്ല വൃത്തിയുള്ള രൂപത്തിൽ ഡ്രെയിനേജ് ഇപ്പൊ തിരുവങ്ങാടിയിൽ ചെയ്യണം. അതിന്റെ ബാക്കി PWD കഴിഞ്ഞ് ബാക്കി സ്ഥലങ്ങളിൽ ഇവിടെ നഗരസഭാധ്യക്ഷൻ നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നഗരസഭ നേരിട്ട് ഇടപെട്ടിട്ട് അത് പുഴയിലേക്ക് കൊണ്ടുപോകാൻ സംവിധാനം ചെയ്യണം. ഇതോടുകൂടി പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും അവസാനിക്കും. പക്ഷെ അവിടെ ഒരു കൾവർട്ടുണ്ട്, ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു കൾവർട്ടുണ്ട്, അതിന്റെ പണി ഒന്ന് TC റോഡിന്റെ അവിടെ ഉണ്ട്, ഒന്ന് TC റോഡിന്റെ അവിടെ അതെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പാക്കണം. ഈ യോഗത്തിന്റെ ഫലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 2 കൾവർട്ടുകളടക്കം TC റോഡിന്റെ അവിടെ TC റോഡിന്റെ അതെ അതെ പാടത്തേക്ക് പോകുന്നുണ്ട്. ഒരു 5 കൊല്ലം സാർ പറഞ്ഞ അവിടെ പിന്നെ നടത്തി പോയതാണ്. അത് അറിയാം. ഞാൻ പറയുന്നത് എൻക്രോച്ച് അല്ല, നമ്മൾ ഓരോന്ന് പറഞ്ഞു പോകല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമാണ്. എൻക്രോച്ച്മെന്റ് കേസിൽ ഈ പറഞ്ഞ നമ്മളുടെ വിവരം വെച്ചിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് തന്നത് വെച്ച്